നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ് ആൻഡ് അഡ്വഞ്ചർ ഇൻ മഡഗാസ്കർ പാർട്ട് 2. പിറ്റേന്ന് അതിരാവിലെ തന്നെ റോബിൻ ഉണർന്നു. രാത്രി ഉറങ്ങിയെന്ന് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല, പക്ഷേ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അവൻ ഉറങ്ങിയിട്ടുണ്ടാവണം. ആളുകളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നത് റോബിൻ ശ്രദ്ധിച്ചു. ആരും നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നതാണ് സത്യം. സാം പറഞ്ഞ കഥ സകല ആളുകളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവണം. റോബിൻ എന്തോ ചിന്തയോടെ ആ മണൽത്തട്ടിൽ വെറുതെ ഇരുന്നു. അവന്റെ മനസ്സിന് വല്ലാത്ത ഭാരം തോന്നി. പ്രകൃതിയോടും മനുഷ്യനോടും മല്ലടിച്ച് മാത്രമേ ഇനി അവർക്ക് മുന്നേറാനാവൂ. പ്രാണനല്ലാതെ മറ്റൊന്നും അവരുടെ കയ്യിൽ അവശേഷിക്കുന്നുമില്ല. വല്ലാത്തൊരു മൂകത ആ കടൽ തീരത്ത് തളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു. അന്ന് ഉച്ചതിരിഞ്ഞ് 1 മണി. 200-ൽ പരം ആളുകളുമൊക്കെ ആയിട്ട് രാജാവ് കടൽ തീരത്തേക്ക് എഴുന്നള്ളി. അകമ്പടിക്കാരുടെ കയ്യിൽ തുപ്പാക്കികളൊന്നും തന്നെ കണ്ടില്ലെങ്കിലും എല്ലാവരുടെയും കയ്യിൽ കുന്തങ്ങളും മറ്റ് പരമ്പരാഗത ആയുധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ വരുന്നത് കണ്ടതോടെ നാവികരെല്ലാം ഭയന്നിട്ട് നമ്മുടെ ഈ ക്യാപ്റ്റൻ യങ്ങിന്റെ പുറകിൽ വട്ടം കൂടി നിന്നു. കൂട്ടത്തിലെ ക്യാപ്റ്റൻ ആരാണ് എന്ന് ഈ സാമിനോട് ചോദിച്ചറിഞ്ഞ രാജാവ് ഈ ക്യാപ്റ്റൻ യങ്ങിന്റെ അരികിലെത്തിയിട്ട് സലാം മോങ്കർ എന്ന് പറഞ്ഞു. സമാധാനം വരുവാനായിട്ടും പൈശാചിക ശക്തികളൊക്കെ ഓടിക്കുവാനുമായിട്ട് അന്നത്തെ കാലത്ത് തെക്കൻ മഡഗാസ്കറിൽ പറഞ്ഞിരുന്ന സലമാങ്കെ എന്ന പദമായിരിക്കും ഇത്. ഇപ്പോഴത് ചുരുങ്ങി സലാം മാത്രമാണ് പറയുന്നത്. സാം നിർദ്ദേശിച്ചതിനനുസരിച്ചിട്ട് ക്യാപ്റ്റനും തിരിച്ച് അത് തന്നെ പറഞ്ഞുകൊണ്ട് രാജാവിനെ അഭിവാദ്യം ചെയ്തു. ഒറ്റക്കണ്ണനായ ആ രാജാവിൻ്റെ പേര് കിരീന്ദ്ര എന്നായിരുന്നു. അവർക്ക് സമ്മാനമായിട്ട് രാജാവ് 4 കൊഴുത്ത കാളകളെയും കൂടെ കരുതിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 4 വലിയ ചുരക്കകളും അതിൻ്റെ ഉള്ളിൽ ടോക്ക് എന്ന നാടൻ മദ്യവും അദ്ദേഹം അവർക്ക് സമ്മാനിച്ചു. ഇത് ചുരക്കയുടെ അല്ലെങ്കിൽ കലബാഷ് എന്ന കായ ഉണക്കിയിട്ട് അതിൻ്റെ അകം കാലിയാക്കിയിട്ട് കുടിക്കുവാനുള്ള കപ്പ് പോലെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ടോക്ക് എന്ന് പറഞ്ഞ പാനീയം മലഗാസികൾ തേനിൽ നിന്ന് നിർമ്മിക്കുന്ന നാടൻ മദ്യമാണ്. ഇതാണ് രാജാവ് അവർക്ക് ഈ ഒരു ചുരക്കയുടെ ആ ഒരു പാത്രത്തിൽ സമ്മാനിച്ചത്. കൂടാതെ കരിമ്പിൽ നിന്ന് നിർമ്മിക്കുന്ന ഒരുതരം വൈന്, വാഴപ്പഴമില്ലേ, അതിൽ നിന്ന് നിർമ്മിക്കുന്ന ഓൻസി എന്ന് പറഞ്ഞ പേരിൽ മറ്റൊരു വൈനും ഒക്കെ അക്കാലത്ത് ആ ഭാഗങ്ങളിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇതിനെല്ലാം പുറമെ 10 കുട്ടകൾ നിറയെ ഉരുളക്കിഴങ്ങുകളും 2 കലം തേനും പിന്നെ ഇതൊക്കെ ഇട്ട് വേവിക്കുവാൻ പറ്റിയ വലിയ മൺകലങ്ങളും രാജാവ് അവർക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വിശന്ന് വലഞ്ഞിരുന്ന നാവികര് സമയം കളയാതെ ഉരുളക്കിഴങ്ങുകൾ വേവിച്ച് കഴിച്ചു തുടങ്ങി. അങ്ങനെ 2 മണിക്കൂറുകൾ അവരോടൊപ്പം ചെലവഴിച്ച കിരീന്ദ്ര സാമിന്റെ സഹായത്തോടെ നമ്മുടെ ഈ ക്യാപ്റ്റനോട് ഇവരാരാണ്, ഇവരെങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നൊക്കെ വിശദമായിട്ട് തന്നെ ചോദിച്ചറിഞ്ഞു. എങ്ങനെയാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധയോടെ കേട്ടിരുന്നു. അവർക്കുണ്ടായ ഈ ദുരന്തത്തിൽ വ്യസനം രേഖപ്പെടുത്തിയെങ്കിലും ആ കണ്ണുകളിൽ നിഴലിച്ച കുശാഗ്ര ബുദ്ധി ആളുകളിൽ ചിലർക്ക് മനസ്സിലായി. എന്തായാലും നീണ്ട സംഭാഷണങ്ങൾക്കൊടുവിൽ കാര്യമായ തീരുമാനങ്ങളൊന്നും പറയാതെ തന്നെ രാജാവ് എഴുന്നേറ്റു. അതിനുശേഷം വൈകിട്ട് അടുത്തെവിടെയോ സജ്ജമാക്കിയിട്ടുള്ള താൽക്കാലിക വസതിയിലേക്ക് പോയ അയാൾ രാവിലെ വീണ്ടും മടങ്ങി വന്നു. തന്റെ കൂടെ തലസ്ഥാനത്തേക്ക് സകലരെയും കൂട്ടിക്കൊണ്ടുപോകാനുള്ള ക്ഷണമായിരുന്നു ഇപ്രാവശ്യം രാജാവ് നടത്തിയത്. അവിടെ എത്ര കാലം വേണമെങ്കിലും ജീവിക്കാമെന്ന വാഗ്ദാനമാണ് അയാൾ അവർക്ക് കൊടുത്തത്. എന്നാൽ ക്യാപ്റ്റൻ യങ് സാമിനോട് രാജാവിനെ യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനായിട്ട് നിർദ്ദേശിച്ചു. രാജാവ് ഇതുവരെ നൽകിയ എല്ലാ സഹായങ്ങൾക്കും 1000 നന്ദിയുണ്ട്. പക്ഷെ ഇനിയും താങ്കളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഞങ്ങൾക്കാവില്ല. ഇത്രയും ആളുകളെ തീറ്റിപ്പൂട്ടിക്കുക ചില്ലറ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പോകുവാനായിട്ട് അനുവദിക്കണം, ക്യാപ്റ്റൻ വിനീതമായിട്ട് സാമൂഹ്യേന അഭ്യർത്ഥിച്ചു. എന്നാൽ സകലരെയും ആയുഷ്കാലം നോക്കുവാനുള്ള ശേഷി തൻ്റെ രാജ്യത്തിനുണ്ട് എന്നാണ് രാജാവ് ആവർത്തിച്ച് ഇവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഇത്രയും പേരെ നോക്കുന്നതിൽ അദ്ദേഹത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലെന്നും ഇത്രയും വെള്ളക്കാർ കൂടെ താമസിക്കുന്നത് അദ്ദേഹത്തിനും രാജ്യത്തിനും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെയാണ് ഈ രാജാവ് അവരോട് പറയുന്നത്. നമ്മുടെ ഈ വീഡിയോ കാണുന്നവരിൽ പല പ്രവാസി സുഹൃത്തുക്കളും ഉണ്ടാവും. അവരുടെ വരുമാനം കൊണ്ടായിരിക്കും ചിലപ്പോൾ കുടുംബം കഴിയുന്നത്. ഈ മനുഷ്യന് പെട്ടെന്നൊരു മരണം പോലുള്ള ഒരു അത്യാഹിതം സംഭവിച്ചാൽ ആ കുടുംബത്തിന്റെ വരുമാനം തന്നെ നിലച്ചു പോകും. പിന്നീട് ആ കുടുംബം എങ്ങനെ ജീവിക്കും എന്ന് പലരും ചിന്തിക്കാറില്ല. അതുകൊണ്ട് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനുവേണ്ടി വലിയ തുക മുടക്കിയിട്ട് കുറഞ്ഞ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് കുറഞ്ഞ തുകയ്ക്ക് വലിയ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് നിർബന്ധമായും എടുക്കണം. ഉദാഹരണത്തിന് മാസം പ്രീമിയം 823 രൂപയിൽ തുടങ്ങുന്ന 2 കോടി കവറേജ് നൽകുന്ന പ്ലാനൊക്കെ മാർക്കറ്റിലുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേം ഇൻഷുറൻസിന്റെ പ്രീമിയം എപ്പോൾ വേണമെങ്കിലും കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിൽ കൂടിയിട്ടുമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കുന്നതാണ് നല്ലത്. അതിനുവേണ്ടിയുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ മരണപ്പെട്ടാലും ക്യാൻസർ പോലുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാലും ഒക്കെ സർക്കാരിന്റെ 5-10 ലക്ഷം കൊണ്ട് ഒന്നും ആവണം എന്നില്ല. കുടുംബത്തിന് അത് വലിയ ബാധ്യത ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ എടുത്തിരിക്കണം. ഇന്ത്യയിൽ നിന്ന് എടുക്കുമ്പോൾ വിദേശത്തെക്കാൾ 30-50% കുറഞ്ഞ ചെലവിൽ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ എടുക്കാം. 99 വയസ്സ് വരെയൊക്കെ കവറേജ് നൽകുന്ന ടേം പ്ലാനുകൾ ഇതിലുണ്ട്. പക്ഷെ പലതും താരതമ്യം ചെയ്ത് വേണം നമ്മൾ എടുക്കുവാനായിട്ട്. അത്തരത്തിൽ ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന്
താരതമ്യം ചെയ്ത് 18% GST വൈവർ അടക്കം നേടി 23% വരെ ഡിസ്കൗണ്ടിൽ ടേം ഇൻഷുറൻസ് എടുക്കുവാൻ വേണ്ട ലിങ്ക് മുമ്പ് പറഞ്ഞതുപോലെ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇതുവഴി നിങ്ങൾക്ക് കാലാവധി കഴിഞ്ഞാൽ അടച്ച പണം തിരിച്ചു കിട്ടുന്നതും കിട്ടാത്തതും തുടങ്ങി എല്ലാ തരവും എളുപ്പത്തിൽ താരതമ്യം ചെയ്യാം. ഇനി ക്ലെയിമിന്റെ ആവശ്യം വന്നാൽ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചാൽ അവർ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ചെറിയൊരു തുക കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ആരും മടി കാണിക്കരുത്. ക്യാപ്റ്റൻ യങ് വീണ്ടും വീണ്ടും ഇദ്ദേഹത്തോട് യാചിച്ചു. ഞങ്ങൾക്ക് നാടുണ്ട്, വീടുണ്ട്, കുടുംബമുണ്ട്, കുട്ടികളും മാതാപിതാക്കളും ഒക്കെയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നേക്കുമായിട്ട് ഇവിടെ പാർക്കാനൊന്നും പറ്റില്ല. ഇത് കേട്ടതോടെ രാജാവിന്റെ മുഖത്തെ ഭാവം മാറുന്നത് സകല ആളുകളും ഒന്ന് ശ്രദ്ധിച്ചു. എങ്കിലും അയാൾ വീണ്ടും സംസാരിക്കേണ്ടി തുടങ്ങി. ഈ കടൽ തീരത്തു നിന്ന് കിട്ടുന്ന ആഹാരമൊന്നും നിങ്ങൾക്ക് ഒരിക്കലും തികയില്ല. എന്റെ കൂടെ വാ. എന്തെങ്കിലും ഒരു കപ്പൽ ഈ ഒരു ഭാഗത്ത് അടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൽ കയറി സ്ഥലം വിടാം. പക്ഷെ ഇദ്ദേഹം ഭരിക്കുന്ന ഈ ദ്വീപിന്റെ ഈ ഭാഗത്ത് ഒരു തുറമുഖമോ ഉൾക്കടലോ അല്ലെങ്കിൽ കച്ചവട കപ്പലുകൾ അടുക്കുന്ന ഒരു സ്ഥലമോ ഇല്ല എന്ന് ക്യാപ്റ്റൻ യങ്ങിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഇനിയും കൂടുതൽ സംസാരിക്കുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ സാമിനെ ആംഗ്യം കാണിച്ചു. ഞാൻ ശരിയാവണ്ണം ആലോചിച്ച് നാളെ മറുപടി പറയാം എന്ന് രാജാവിനോട് പറയാനായിട്ട് ഈ ക്യാപ്റ്റൻ സാമിനോട് പറഞ്ഞു. അങ്ങനെ അന്നേ ദിവസം കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാതെ രാജാവ് തൻ്റെ കൂടാരത്തിലേക്ക് മടങ്ങിപ്പോയി. രാജാവ് പോയി കഴിഞ്ഞപ്പോഴേക്കും ക്യാപ്റ്റൻ യങ് സകലരെയും വിളിച്ചുകൂട്ടി വികാരം തുളുമ്പുന്ന ഒരു പ്രസംഗം അങ്ങ് നടത്തി. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഉത്തരവുകൾ അടിച്ചേൽപ്പിക്കാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. വന്യമായ ഒറ്റപ്പെട്ട ഈ ദ്വീപില് ക്യാപ്റ്റനും കീഴാളന്മാരും അങ്ങനെയൊന്നുമില്ല. നാം എല്ലാവരും ഒരുപോലെയാണ്. നമ്മുടെ എല്ലാം ജീവന് ഒരേ വിലയാണ് ഉള്ളത്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം തേടാനാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ഇത്രയും പറഞ്ഞ ശേഷം എല്ലാവരെയും ഈ നിലയിൽ ഇവിടെ എത്തിച്ചതിന് അദ്ദേഹം സകല ആളുകളോടും ക്ഷമാപണം നടത്തി. നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ ഇതുവരെയും ചെവി കൊണ്ടില്ല. അങ്ങനെ സകലരെയും ഞാൻ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. എന്നാൽ ഒരു കാര്യത്തിൽ ഞാൻ സന്തോഷവാനാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഭാഗം ചുമക്കുവാനായിട്ട് ഞാനും നിങ്ങളുടെ കൂടെ ഇവിടെ എത്തിച്ചേർന്നല്ലോ. ഇവിടെ നാം ഇനി ഒരു പക്ഷേ അനുഭവിക്കാൻ പോകുന്ന അടിമത്തത്തെക്കാളും മരണമാവും പലരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് നമ്മെ തേടിയെത്തുന്നതിന് മുമ്പ് എന്തൊക്കെ വിഷമങ്ങളാവും നമ്മെ കാത്തിരിക്കുക. നിങ്ങൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കുവാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ്. എൻ്റെ ജീവന് ഞാൻ ഇപ്പോഴും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. എന്തിനും ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. പക്ഷെ ആലോചിച്ച് ഒരു തീരുമാനം നിങ്ങൾ ഇപ്പോൾ തന്നെ പറയണം. നാളെ രാവിലെ രാജാവിനോട് ഞാൻ എന്താണ് പറയേണ്ടത്? നമ്മുടെ ഭാവി ആ ഒരൊറ്റ തീരുമാനത്തെ ആശ്രയിച്ചാവും നിർണ്ണയിക്കപ്പെടുക. ഇത്രയും പറഞ്ഞു തീർന്നപ്പോഴേക്കും ക്യാപ്റ്റന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവസാനം മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ സകലരും ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. രാജാവിൻ്റെ കൂടെ തന്നെ പോകുക, അല്ലാതെ വേറെ വഴിയില്ല. അയാൾ അവരെ ഒരിക്കലും തുറമുഖത്തേക്ക് പോകുവാൻ അനുവദിക്കില്ല. അയാളെ എതിർക്കുവാനുള്ള ആയുധബലമൊന്നും നമ്മുടെ കയ്യിലില്ല. അയാളുടെ കൂടെ പോകുന്നതാണ് തൽക്കാലം ജീവൻ രക്ഷിക്കാനുള്ള ഏക വഴി. കൊട്ടാരത്തിലെ പരിചയസമ്പന്നനും ധീരനുമായിട്ടുള്ള ക്യാപ്റ്റൻ ട്രൂമോണ്ടുണ്ട്. സാമനും മറ്റും ഭാഷ അറിയുകയും ചെയ്യാം. എന്തായാലും അവിടെ ചെന്നിട്ട് അവരുമായിട്ട് കൂടി ആലോചിച്ചാൽ എന്തേലും ഒരു വഴി കിട്ടാതിരിക്കില്ല. എന്തായാലും പട്ടിണി കിടന്ന് ചാകാനായിട്ട് വയ്യ. ഇതായിരുന്നു എല്ലാവരുടെയും തീരുമാനം. പിറ്റേ ദിവസം രാവിലെ തന്നെ രാജാവ് അവിടെ എത്തിച്ചേർന്നു. ക്യാപ്റ്റൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞ ശേഷം ഇരുവരും മണലിൽ ഒരുമിച്ചിരുന്നു. ഉടൻ തന്നെ റോബിൻ ഉൾപ്പെടെയുള്ള കപ്പലിലെ ആളുകളെല്ലാം ആകാംക്ഷയോടെ ക്യാപ്റ്റന്റെ പുറകിൽ വട്ടം കൂടി നിന്നു. അപ്പോഴേക്ക് ഈ രാജാവ് ഇവര് തന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പോകണം എന്നും ഉച്ചവെയിലിലെ ആളുകൾ വേഗം തളർന്നു പോകാൻ സാധ്യതയുണ്ട് എന്നും ഈ നമ്മുടെ ക്യാപ്റ്റനെ അറിയിച്ചു. ആ സമയം വിശ്രമിച്ച ശേഷം വീണ്ടും യാത്ര തുടരുവാൻ സാധിക്കും. അതുകൊണ്ടാണ് രാവിലെ തന്നെ പോകണം എന്ന് പറയുന്നത്. എന്തായാലും തർക്കിക്കുവാനോ എന്തെങ്കിലും വ്യവസ്ഥകൾ പറയാനുള്ള ശേഷിയോ ആർക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ തങ്ങൾ വരാൻ തയ്യാറാണ് എന്ന് ക്യാപ്റ്റൻ അദ്ദേഹത്തെ അറിയിച്ചു. അത് കേട്ടതോടെ അത്യധികം സന്തോഷവാനായ രാജാവ് ഉടൻ തന്നെ എഴുന്നേറ്റിട്ട് പ്രാതൽ കഴിക്കുവാൻ വേണ്ടിയിട്ട് താൻ പോവുകയാണ് എന്നും നിങ്ങളും ഉടൻ തന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ച ശേഷം പുറപ്പെടാനായിട്ട് തയ്യാറായിട്ട് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു താൽക്കാലിക ക്യാമ്പിലേക്ക് വരണമെന്നും അവരെ അറിയിച്ചു. അയാളുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്ക് വളരെ നീണ്ട യാത്രയാണ് ഈ കടൽ തീരത്ത് നിന്ന് അകത്തേക്ക് ഉള്ളത്. ഇത്രയും സംഭവിച്ചതോടെ കടൽ തീരത്ത് നിരാശയുടെ കാർമേഘം ഉരുണ്ടുകൂടി. ഭക്ഷണം കഴിക്കുവാനൊന്നും ആർക്കും യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. സകലരും ജീവനുള്ള ശവങ്ങളെപ്പോലെയാണ് പെരുമാറിയത്. ആരും ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. എടുക്കുവാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആളുകൾ കയ്യിലെടുത്തു. ചിലർക്ക് ചെരുപ്പുകൾ പോലും ഇല്ലായിരുന്നു. ഉള്ളതൊക്കെ മിക്കതും തേഞ്ഞ് കേടായതാണ്. റോബിന് അവിടെ നിന്ന് ഒന്നും തന്നെയും പ്രത്യേകിച്ച് എടുക്കാനില്ലായിരുന്നു. ചിലർ ഈ പരുത്തി തുണികളും പട്ടു തുണികളും ഒക്കെ കൂടെ കരുതുന്നത് അവൻ കണ്ടു. ഇതൊക്കെ ഇനി എന്തിനാണ് എന്നാണ് റോബിൻ ആലോചിച്ചത്. ശരീരത്തിലെ ഭാരം മുഴുവൻ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയതായിട്ട് അവന് തോന്നി. ആരെ കുറ്റം പറയും? ആരെ ശപിക്കും? കടൽ തീരം വിട്ടു പോകുന്നത് കപ്പലിലെ ആർക്കും തന്നെ ഇഷ്ടമില്ലായിരുന്നു. എങ്ങും ശാപവാക്കുകളും പ്രാർത്ഥനകളും മാത്രമേ കേൾക്കാനുള്ളൂ. അങ്ങനെ അവസാനം 100-ൽ പരം ആളുകളുടെ നീണ്ട പുറപ്പാട് ആ കടൽ തീരത്തു നിന്നും ആരംഭിച്ചു. തീരത്ത് തടിച്ചുകൂടിയ 100 കണക്കിന് മലകാസികളുടെ ഇടയിലൂടെ ഇടയന്റെ പിന്നാലെ ആട്ടുകൂട്ടം പോകുന്നതുപോലെ ആ വലിയ സംഘം മുന്നോട്ടേക്ക് നീങ്ങി.
തീരത്ത് നിന്നും ഉള്ളിലേക്ക് കയറും തോറും ചുറ്റുവട്ടം കൂടുതൽ സസ്യനിബിഡമായിട്ട് തുടങ്ങി. വഴി നിറയെ കാണപ്പെട്ടിരുന്ന കള്ളിമുൾ ചെടികൾ മിക്കവരുടെയും തുണികൾക്ക് സാരമായ പരിക്കുകൾ ഏൽപ്പിച്ചു. മുൾച്ചെടികൾ നിറഞ്ഞ അടിക്കാടും ശിഖരങ്ങൾ കുറഞ്ഞ് ഉയരക്കുറവായിട്ടുള്ള വൃക്ഷങ്ങളും ഉച്ചസൂര്യനും എല്ലാം കൂടി അവരെ തുണി പിഴിയുന്നത് പോലെ വരിഞ്ഞു മുറുക്കി. ചുട്ടുപൊള്ളുന്ന മണലിലൂടെ സാവധാനം ഇഴഞ്ഞ് ഊടുവഴികളിലൂടെ ആ ജാഥ പക്ഷെ സാവധാനം തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. ഉച്ചയോടെ അവർ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. 6-7 കുടിലുകൾ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമം. വീടുകൾക്ക് കഷ്ടിച്ച് 6 അടിയോളം ഉയരം കാണും. വാതിലുകളുടെ ഉയരമാകട്ടെ 4 അടി മാത്രമാണ് ഉള്ളത്. പക്ഷേ ആ ഗ്രാമം വിജനമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും ഈ രാജാവ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മാറി നിന്നതോ ആണുങ്ങൾ കടൽ തീരത്ത് കപ്പലിലെ സാധനങ്ങൾ വെറുക്കാൻ പോയതോ ഒക്കെ ആവാം. ആ ഒരു ചെറിയ ഗ്രാമത്തിലുണ്ടായിരുന്ന 5-6-7 ഹട്ടുകൾ, അതിനകത്തുണ്ടായിരുന്ന സകല സാധനങ്ങളും നിങ്ങൾ എടുത്ത് ഉപയോഗിച്ചോ എന്ന് ഈ രാജാവ് നമ്മുടെ ഈ നാവികർക്ക് അനുവാദം കൊടുത്തു. അത് കേട്ടതോടെ ഈ നാവികർ ഇതിനകത്തേക്ക് കയറിയിട്ട് കയ്യിൽ കിട്ടിയ സാധനമൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങി. ചിലർക്ക് തേനും പാലും, മറ്റു ചിലർക്ക് ഇറച്ചിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടി. ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചോളാനായിട്ട് രാജാവ് അനുവാദം കൊടുത്തുകൊണ്ട് തന്നെ എല്ലാവരും ആക്രാന്തം കാണിച്ചാണ് സകല ഈ ഹട്ടുകളിലും കയറി ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചത്. ഇത്തരം അനേകം ഗ്രാമങ്ങൾ താണ്ടിയാണ് അവരുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിടത്തും വേറെ മനുഷ്യരെയും അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഇവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ചൂട് കാരണം പലപ്പോഴും സൂര്യൻ തലയുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് ഈ റോബിന് പലപ്പോഴും തോന്നി. സാധനങ്ങൾ മോഷ്ടിച്ച് കഴിക്കുകയാണ് എന്ന വികാരം ഒന്നും ആർക്കും തോന്നിയതേയില്ല. കാരണം ഇവരുടെ കപ്പലിലെ സാധനങ്ങൾ മലകാസികൾ നേരത്തെ തന്നെ മോഷ്ടിച്ചതാണല്ലോ. അവരുടെ കപ്പലിൽ നിന്നും കിട്ടിയ തുണികൾ മാത്രം മതി ഈ നാട്ടുകാർക്ക് ഒരു വർഷം മുഴുവൻ ധരിക്കാനായിട്ട്. റോബിനും കൂട്ടരും ഒക്കെ ഇങ്ങനെയാണ് ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ നാവികർ പലരും ഒരു പ്രതികാരം പോലെയാണ് ഗ്രാമങ്ങളിൽ നിന്നും സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഇടെ രാജാവ് അവരെക്കാൾ മുമ്പ് വളരെ വേഗം നടന്ന് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും അയാളുടെ സൈനികർ ഇവരുടെ കൂട്ടത്തിൽ തന്നെ, നാവികരുടെ കൂട്ടത്തിൽ തന്നെ കുന്തങ്ങളും വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നുണ്ട്. രാജാവ് നേരത്തെ തന്നെ കൊട്ടാരത്തിലെത്തി നാവികർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എന്ന് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മലകാസി സൈനികൻ ക്യാപ്റ്റനോട് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം രാത്രിയോടെ അവരുടെ ഈ ജാഥ മറ്റൊരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരു കാളയെ കൊന്നങ്ങ് ഭക്ഷണമാക്കി. ഭക്ഷണം കാലാക്കാനുള്ള മൺഭരണികളും മറ്റുമൊക്കെ അവർക്ക് ആ ഗ്രാമത്തിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. കുടിവെള്ളം മുഴുവനും നിറം മാറിയിട്ട് കലങ്ങിയ രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഈ മരപ്പൊത്തുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന ജലം മുമ്പ് പറഞ്ഞ ഭീമൻ ചുരക്കാത്തോടിന്റെ ഉള്ളിൽ, കലബാഷ് എന്നൊക്കെ വിളിക്കും, അതിനകത്തുള്ളിലാണ് ശേഖരിച്ച് വെച്ചിരുന്നത്. ക്ഷീണം കാരണം മിക്കവരും രാത്രി നന്നായിട്ട് തന്നെ അങ്ങ് ഉറങ്ങി. പിറ്റേ ദിവസം അത് രാവിലെ തന്നെ സാമ് എല്ലാവരെയും വിളിച്ചങ്ങ് ഉണർത്തി. വെയിലുറയ്ക്കുന്നതിന് മുന്നേ നടന്നാൽ അത്രയും ക്ഷീണം കുറയും. തലേ ദിവസത്തെ മണ്ണ് മുരണ്ട കാളയിറച്ചി തന്നെയായിരുന്നു അന്നത്തെ പ്രഭാത ഭക്ഷണം. പക്ഷെ എന്ത് കഴിക്കുന്നു എന്നൊന്നും കാര്യമാക്കേണ്ട അവസ്ഥയിലായിരുന്നില്ല അവർ ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആ ദിവസവും പഴയതുപോലെ തന്നെയായിരുന്നു. ചെരുപ്പില്ലാതെ നടന്നവരൊക്കെ നന്നായിട്ട് കഷ്ടപ്പെട്ടു. കല്ലിലും മരക്കുറ്റികളിലും തട്ടിയിട്ട് മിക്ക ആളുകളുടെയും കാലുകൾ പൊട്ടിയിട്ട് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. ഗ്രാമങ്ങളും മുൾപടർപ്പുകൾ നിറഞ്ഞ വഴികളും ചൂടും ദാഹവും എല്ലാം പഴയതുപോലെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. മഡഗാസ്കറിന്റെ വരണ്ട തെക്കൻ ഭാഗങ്ങളിൽ വിവിധ ഇനം മുൾച്ചെടികളുണ്ട്. ഇതിൽ പലതിൻ്റെയും കായകളും തണ്ടിൻ്റെ പൾപ്പും മറ്റും ഭക്ഷണയോഗ്യവും ഔഷധ ഗുണമുള്ളതൊക്കെയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഇവരിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 3-ാം ദിവസമായി. അന്നത്തെ ദിവസം അവർക്ക് നടത്തം കുറച്ചുകൂടി വേഗത്തിലാക്കേണ്ടി വന്നു. കാരണം അന്ന് വൈകുന്നേരത്തിന് മുമ്പ് തന്നെ കൊട്ടാരത്തിൽ എത്തിച്ചേരണം. കൂടാതെ കൂടുതൽ ദൂരം സഞ്ചരിക്കാനുണ്ട് ഇന്നത്തെ ദിവസം. ഈ നീണ്ട യാത്രക്കിടെ നാവികരിൽ പലരും കൂട്ടത്തിൽ നിന്ന് എങ്ങോട്ടൊക്കെ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയും ഏതെങ്കിലും തീരത്തെത്തിയ ശേഷം ഒരു കപ്പൽ കണ്ടെത്തി രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെയായിരിക്കും അവർ കരുതിയിട്ടുണ്ടാവുക. ഇതേസമയം നമ്മുടെ ഈ ക്യാപ്റ്റനും റോബിനും ബാക്കിയുള്ള ആളുകളും ഈ രാജാവിൻ്റെ ഈ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ രാജാവിൻ്റെ വസതി തീരത്ത് നിന്നും ഏതാണ്ട് 50 മൈൽ ഉള്ളിലോട്ട് മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ദിനം പ്രതി 16-17 മൈലുകളാണ് അവരിപ്പോഴും നടക്കുന്നത്. രാജാവിൻ്റെ പരിചാരകർ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ റോബിന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനുള്ള ധൈര്യം അവന് ഉണ്ടായിരുന്നില്ല. 3-ാം ദിവസം റോബിൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പേഴ്സുകളിലൊന്ന് എവിടെയോ നഷ്ടപ്പെട്ടു. എന്നാൽ അവനത് കാര്യമൊന്നും ആക്കിയില്ല. ഈ നരകദ്വീപിൽ ഇനി ഇതുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? അങ്ങനെ അവസാനം ഇരുട്ടുന്നതിന് മുമ്പായിട്ട് അവർ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. 1000ങ്ങളുടെ നാട് എന്ന അർത്ഥം വരുന്ന ഹെന്നോ ആരവോ എന്ന സ്ഥലമായിരുന്നു ഈ രാജാവിൻ്റെയും ആ രാജ്യത്തിൻ്റെയൊക്കെ തലസ്ഥാനം. ഇടതടവില്ലാതെ വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന മുൾമരങ്ങൾ കോട്ടയായിട്ട് പരിരക്ഷിക്കുന്ന തടി കൊണ്ട് നിർമ്മിച്ച അത്യാവശ്യം വലിപ്പമുള്ള ഒരു കൊട്ടാരത്തിലേക്കാണ് ഈ രാജാവ് കിരീന്ദ്രയുടെ കൊട്ടാരത്തിലേക്കാണ് ഇവരിപ്പോഴും കയറി ചെല്ലുന്നത്. മുള്ളുകൾ നിറഞ്ഞ ഈ മരവേലിക്കിടയിലൂടെ ഒരു പാമ്പിന് മൂലം ഞുഴഞ്ഞ് അകത്തേക്ക് കയറാനായിട്ട് സാധ്യമല്ല. ഈ മുള്ളു ഭിത്തിക്ക് 2 വാതിലുകളാണ് ഉള്ളത്. ഒന്ന് വടക്കും മറ്റത് തെക്കും. 2 പേർക്ക് മാത്രം പോകാൻ വീതിയുള്ള ആ 2 വാതിലുകളിലും ഭടന്മാർ സദാസമയവും കാവലുണ്ട്. ഈ മുൾക്കോട്ട കടന്ന് ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ വിശാലമായ ഒരു മൈതാനമാണ്. ആ മൈതാനത്തിലൂടെ വീണ്ടും 1 മൈൽ ദൂരം നടന്നാൽ മാത്രമേ ഒരാൾക്ക് കൊട്ടാരത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. മഡഗാസ്കറിൽ കാണപ്പെടുന്ന
ഫാൻഡിയോ ലോസി എന്നറിയപ്പെടുന്ന മുള്ളു മരമാണ് ഇവിടെ മതിൽ പോലെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. 18 മീറ്റർ വരെ ഇതിന് ഉയരം വെക്കാറുണ്ട്. ഈ വൃക്ഷത്തിന്റെ 3 അടിയോളം നീളം വരുന്ന കമ്പുകൾ അടുപ്പിച്ചടുപ്പിച്ച് നാട്ടിയാൽ 1-2 വർഷങ്ങൾക്കുള്ളിൽ വലിയൊരു കോട്ട പോലെ വളർന്നു വരും. സാധാരണ 20 അടിയോളം ഉയരമുള്ള ഒരു മതിലാണ് ഇത് സൃഷ്ടിക്കുക. ഫാൻഡിയോ ലോസി മലകാസികൾക്ക് അക്കാലങ്ങളിൽ ഒരു കൽപ്പക വൃക്ഷം തന്നെയായിരുന്നു. കാരണം ഇതിന്റെ സകല ഭാഗങ്ങളും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരുന്നു. കൊട്ടാര വളപ്പിൽ എത്തിയ ശേഷം ആളുകൾ സാധനങ്ങളെല്ലാം അവിടെയുള്ള ഒരു പുളിമരച്ചൂട്ടിൽ വെച്ചു. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ദ്വിഭാഷിയായിട്ടുള്ള സാം ക്യാപ്റ്റന്റെയും കൂട്ടരുടെയും വരവ് രാജാവിനെ അറിയിക്കുവാനായിട്ട് മുന്നേ കൊട്ടാരത്തിലേക്ക് നടന്നു പോവുകയും ചെയ്തു. രാജാവ് നേരിട്ട് ഇറങ്ങി വന്നു തന്നെ ഇവരെ ഔദ്യോഗികമായിട്ട് സ്വീകരിക്കണം. അതാണ് ആ നാട്ടിലെ നടപ്പ്. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ കൊട്ടാരത്തിന്റെ വാതിലിന് മുന്നിലുള്ള ചെറിയൊരു പീഠത്തിൽ രാജാവ് വന്നിട്ട് ആസനസ്ഥനായി. തോളിൽ ഒരു തോക്ക് വിശ്രമിക്കുന്നുണ്ട്. അരികിൽ 3-4 ചെറിയ പിസ്റ്റളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇരുവശത്തും നിരനിരയായിട്ട് ബന്ധുക്കളും സേവകരും ഒക്കെ നിലത്തിങ്ങനെ ഇരിപ്പുണ്ട്. മിക്കവരുടെയും കൈവശം തോക്കുകളും മൂർച്ചയേറിയ കുന്തങ്ങളും ഒക്കെ കാണാം. ഏതാണ്ട് അർദ്ധചന്ദ്രാകൃതിയിലാണ് ഇവരെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുന്നത്. നടുവശത്ത് രാജാവ്. ഇതിന് നേരെ എതിർവശത്ത് ക്യാപ്റ്റനും കൂട്ടരും ഇതേപോലെ നിന്നതോടെ അതൊരു പൂർണ്ണ വൃത്തമായിട്ടങ്ങ് മാറി. തൊട്ടടുത്ത വീട്ടിൽ പോയാൽ പോലും കൂടെ ആയുധങ്ങൾ കരുതുന്നത് ഈ ടാൻഡ്രോയ് ജനതയുടെ ഒരു രീതിയാണ് എന്ന് സാം നമ്മുടെ ഈ നാവികരോട് പറഞ്ഞു. അതായത് ഈ രാജാവിൻ്റെയും ബന്ധുക്കളുടെയും കയ്യിലെ ആയുധങ്ങൾ കണ്ടിട്ട് ഇവർ പേടിക്കേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവസാനം എല്ലാവരും രാജാവിൻ്റെ മുന്നിൽ നിലത്തുള്ള ഒരു പരവതാനിയുണ്ട്, അതിൽ അവരങ്ങിയിരുന്നു. നമ്മുടെ ഈ കൂടെയുള്ള സാമിൻ്റെ സഹായത്തോടെ സ്വാഗതമൊക്കെ പറഞ്ഞ ശേഷം ഈ രാജാവ് 10ഓളം ചുരക്ക കപ്പുകളിൽ, അതായത് ഈ കലബാഷ് കപ്പുകളിൽ ഈ ടോക്ക് എന്ന് പറഞ്ഞ ആ പാനീയം, കുടിക്കാനുള്ള പാനീയം എടുത്തുകൊണ്ട് വരാനായിട്ട് സേവകരോട് പറഞ്ഞു. അതിൽ 6 കപ്പുകൾ നാവികർക്ക് കൊടുത്ത ശേഷം ഒരെണ്ണം അദ്ദേഹം എടുത്തു. പിന്നീട് ക്യാപ്റ്റൻ റുമോണ്ടിനും പിന്നെ ക്യാപ്റ്റൻ സ്റ്റുവാർഡ്, ഇങ്ങനെ 2 ക്യാപ്റ്റന്മാർ അവിടെ ഉണ്ടല്ലോ, അവരോട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ആളയച്ചു. അവരെത്തിക്കഴിഞ്ഞപ്പോഴേക്കും ചെറുപ്പക്കാരനായിട്ടുള്ള ക്യാപ്റ്റൻ യങ് എഴുന്നേറ്റ് നിന്ന് അവരെ അഭിവാദ്യം ചെയ്തു. ശേഷം എല്ലാവരും ഈ രാജസന്നിധിയിൽ ഒരുമിച്ചങ്ങ് കൂടിയിരുന്നു. സാമാന്യം വൃത്തിയുള്ള ഒരു കപ്പിൽ ടോക്ക് ഒഴിച്ചിട്ട് രാജാവ് ആരോട് ഒരു വാക്ക് പോലും ഔപചാരികമായിട്ട് പറയാതെ അതെടുത്ത് കുടിക്കുവാനായിട്ട് തുടങ്ങി. ക്യാപ്റ്റൻ യങ്ങിന് വൃത്തിഹീനമായിട്ടുള്ളൊരു കോപ്പയിലാണ് ടോക്ക് ഒഴിച്ചു കൊടുത്തത്. അദ്ദേഹം അത് വേണ്ടാന്നങ്ങ് പറഞ്ഞു. ഉടൻ തന്നെ അതിന്റെ കാരണം എന്താണ് എന്ന് രാജാവ് സാമനോട് ചോദിച്ചു. കാര്യം മനസ്സിലാക്കിയ രാജാവ് ഉടൻ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളോട് ഈ കപ്പൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആജ്ഞാപിച്ചു. ഈ ക്യാപ്റ്റൻ യങ് ആവട്ടെ തനിക്ക് രാജാവിൻ്റെ വൃത്തിയുള്ള കപ്പിൽ തന്നെ കുടിക്കാനായിട്ട് പറ്റുമോ എന്ന് ഈ സാമിനോട് ചോദിച്ചു. എന്നാൽ സാം മിണ്ടിപ്പോകരുത് എന്ന് ആംഗ്യം കാണിച്ചു. കാരണം ആ കപ്പിൽ നിന്നും രാജാവിൻ്റെ ഭാര്യയ്ക്ക് പോലും കുടിക്കാനുള്ള അവകാശമില്ല. അതാണ് അവിടുത്തെ പാരമ്പര്യം. മനസ്സ് മടുത്തുപോയ ക്യാപ്റ്റൻ യങ് ആ കപ്പ് പരിചാരകന്മാർ കഴുകിക്കൊണ്ട് വന്നിട്ട് പോലും അതിൽ നിന്നും കുടിക്കുവാനായിട്ട് കൂട്ടാക്കിയില്ല. ഇത് ശ്രദ്ധിച്ച റോബിൻ തൻ്റെ കയ്യിൽ നേരത്തെ അവൻ ഈ കപ്പലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു വെള്ളിക്കപ്പെടുത്ത് അരയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കപ്പെടുത്ത് നമ്മുടെ ഈ ക്യാപ്റ്റന് കൊടുത്തു. ക്യാപ്റ്റൻ യങ് ടോക്ക് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വെള്ളിക്കപ്പ് തനിക്കൊന്ന് കാണണമെന്ന് രാജാവ് ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് തനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് അയാൾ ക്യാപ്റ്റനോട് പറഞ്ഞു. എന്നാൽ ക്യാപ്റ്റൻ ആവട്ടെ അത് തൻ്റെ വസ്തുവല്ല എന്നും പുറകിലിരിക്കുന്ന ആ ഒരു കൊച്ചു പയ്യനുണ്ടല്ലോ അവൻ്റെയാണ് എന്നും പറഞ്ഞിട്ട് ഈ നമ്മുടെ റോബിനെ ചൂണ്ടിക്കാട്ടി. അതോടെ റോബിൻ സാവധാനം എഴുന്നേറ്റ് നിന്നു. ഈ വെള്ളിക്കപ്പിൽ നിന്നും തങ്ങളെല്ലാം ടോക്ക് കുടിച്ചതാണ്, അതുകൊണ്ട് തന്നെ ഇത് രാജാവിന് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല എന്നൊക്കെ ഈ പാവൻ റോബിന് ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. ഇത് സാം രാജാവിനോട് പറഞ്ഞു. അത് കേട്ടതോടെ അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം പൊട്ടിച്ചിരിച്ചു. നേരം ഇരുട്ടായതോടെ എല്ലാവർക്കുമായിട്ടൊരു കാളയെ കശാപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് രാജാവ് സ്ഥലം വിട്ടു. അങ്ങനെ ആഘോഷങ്ങളൊക്കെ ഏതാണ്ട് അവസാനിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ നാവികരിൽ കുറച്ച് പേർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് 1-2 ഹട്ടുകളൊക്കെ അവർ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകൾ അന്നത്തെ രാത്രി പുറത്തുള്ള കുറച്ച് പുളിമരങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്, അതിൻ്റെയൊക്കെ ചോട്ടിലായിട്ട് കിടന്ന് ഉറങ്ങേണ്ടി വന്നു. അങ്ങനെ ഇതേ രീതിയിൽ കുറച്ച് ദിവസങ്ങൾ അങ്ങ് കടന്നുപോയി. റോബിന് വലിയ രസമൊന്നും തോന്നിയില്ല. കാരണം കൊട്ടാര വളപ്പ് വിട്ടിട്ട് പുറത്തോട്ട് പോകാനായിട്ട് ആർക്കും അനുവാദമില്ലായിരുന്നു. കിങ് കിരീന്ദ്രയ്ക്ക് അവരെ തീരെ വിശ്വാസമില്ല എന്ന് എല്ലാവർക്കും പിടികിട്ടി. കൂടെയുള്ളവർ തമാശ പറഞ്ഞും ഉറങ്ങിയും സമയം കളഞ്ഞപ്പോൾ റോബിന് നേരം പോക്കിനായിട്ട് മറ്റൊരത്ഭുതമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവൻ്റെ പ്രായത്തിൽ അതൊരു പുതുമ തന്നെയായിരുന്നു. റോബിനോട് കളിച്ച് രസിക്കുവാനും വർത്തമാനം പറഞ്ഞ് നേരം കളയാനൊക്കെ ആയിട്ട് അവൻ്റെ മുന്നിൽ അവതരിച്ചത് സാക്ഷാൽ രാജകുമാരി തന്നെയായിരുന്നു. അതെ, കിങ് കിരീന്ദ്രയുടെ 13 വയസ്സുള്ള മകള്. അവൾ എന്താണ് പറയുന്നത് എന്നൊന്നും റോബിന് ആദ്യമൊന്നും പിടികിട്ടിയില്ല. അവന് മനസ്സിലാക്കുവാനായിട്ട് അവൾ ആംഗ്യ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. വേറെ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ റോബിൻ അതൊക്കെ കണ്ടുകൊണ്ടും അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്നങ്ങ് കൊടുത്തു. പക്ഷെ പിന്നീടുള്ള 1-2 ദിവസങ്ങൾ ഇത് വീണ്ടും വീണ്ടും തുടർന്നതോടെ അവൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്നും എന്താണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നും റോബിന് ഏറെക്കുറെ മനസ്സിലായി തുടങ്ങി. പക്ഷെ തനിക്ക് എന്തെങ്കിലും മനസ്സിലായതായിട്ട് അവൻ പുറമേ ഭാവിച്ചതേയില്ല. അങ്ങനെ ഒരു ദിവസം സാം അവൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു രഹസ്യം പറഞ്ഞു. രാജാവിൻ്റെ മകള് അവളുടെ പരിചാരികയുടെ വീട്ടിലുണ്ട്. അവളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിട്ട് നിന്നെ അങ്ങോട്ടേക്ക് അവൾ ക്ഷണിച്ചിരിക്കുകയാണ്. വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ റോബിൻ ഈ സാമിൻ്റെ കൂട്ടത്തിൽ അവൾ പറഞ്ഞ ആ ഒരു വീട്ടിലേക്ക് പോയി.
അവിടെ വിശാലമായിട്ടുള്ളൊരു പരവതാനി ആ വീടിനകത്ത് വിരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. പാലിലിട്ട് വേവിച്ച ചോളവും ചുട്ടെടുത്ത ബീഫും വിളമ്പാനായിട്ട് രാജകുമാരി തൻ്റെ ആ പരിചാരകയോട് പറഞ്ഞു. അതിനുശേഷം അവൾ റോബിൻ്റെയും സാമിൻ്റെയും എതിർവശത്തായിട്ട് വന്നങ്ങിരുന്നു. സാമിനോട് റോബിൻ്റെ ദുരന്ത അനുഭവങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ച് മനസ്സിലാക്കുന്ന വേളയിൽ അവൾ സഹതാപത്തോടെ അവനെ ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു. റോബിൻ്റെ മനസ്സിലിരിപ്പ് ചികഞ്ഞെടുക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു ഇതൊക്കെ. റോബിൻ പ്രത്യേകിച്ചൊരു സ്നേഹവും കാണിച്ചില്ലെങ്കിലും രാജകുമാരിക്ക് അവനോടൊരു പ്രത്യേക ഇഷ്ടമുള്ളതായിട്ട് അവന് പിടികിട്ടി. ഒരു പക്ഷേ അവള് മുമ്പ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അവളുടെ രാജ്യത്ത് വളരെ അപൂർവമായിട്ട് തന്നെ വരുന്ന ഒരു വെള്ളക്കാരൻ പയ്യനെ കണ്ടപ്പോഴുള്ള ഒരു ആകാംക്ഷയാവാം ഇതിന്റെ പുറകിൽ ഉണ്ടായിരിക്കുക. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെ ഈ സാം ഈ രാജകുമാരിയോട്, നിനക്ക് റോബിനോട് എന്താണ് ഇത്ര പ്രത്യേക സ്നേഹം, ഇവനോട് എപ്പോഴും ഇവനെ വിളിക്കുന്നുണ്ടല്ലോ, അതിന്റെ കാര്യം എന്താണ് എന്ന് ചോദിച്ചു തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ ഈ രാജകുമാരിയുടെ അമ്മ റാണി വാതിൽപ്പടിയിൽ പ്രത്യക്ഷപ്പെട്ടു. കുഴപ്പമായി എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ കുത്തിയിരിക്കാതെ മറ്റ് വെള്ളക്കാരെ കാണുവാൻ വേണ്ടിയിട്ട് നീ കൂടെ വാ എന്ന് പറഞ്ഞ് അവർ മകളെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ് ചെയ്തത്. അതോടുകൂടിയിട്ട് അവർ രക്ഷപ്പെട്ടു. അന്നത്തെ കൂടിക്കാഴ്ച അവസാനിക്കുകയും ചെയ്തു. റോബിനും നമ്മുടെ ഈ സാമും കൂടെ അവിടെ നിന്ന് അവരുടെ കൂടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. അവിടെ നിന്നും തിരികെ വരുന്ന വഴിയാണ് സാം ആ വസ്തുത റോബിനോട് വെളിപ്പെടുത്തിയത്. അവൾക്ക് നിന്നോട് കടുത്ത പ്രേമമാണ്, മാത്രമല്ല ഇത് മറ്റാരോടും മിണ്ടരുത് എന്ന് വിലക്കിയിട്ടുമുണ്ട്. അങ്ങനെ ആ കാത്തിരിപ്പിന് വിരാമമായി. നിരന്തരമുള്ള അവളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോൾ റോബിന് ശരിക്കും പിടികിട്ടി. അത് കേട്ട് റോബിൻ ചിന്തിച്ചത് അവൻ എന്തൊരു വിഡ്ഢിയാണ് എന്നാണ്. തന്നോട് ഇഷ്ടമുള്ള ഒരു പെണ്ണിന് ആ ആഗ്രഹം മറ്റൊരാൾ വഴി തന്നോട് അറിയിക്കേണ്ടി വരിക. അവൾ ഇത്രയും നാൾ പല രീതികളിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും പൊട്ടനായ തനിക്ക് മനസ്സിലായതേയില്ല. ഇതാണ് റോബിൻ ചിന്തിച്ചത്. പക്ഷേ വെറും 16-17 വയസ്സ് മാത്രം പ്രായമുള്ള അവൻ്റെ ചിന്തകൾക്കും ഒരുപക്ഷെ പരിമിതികൾ ഉണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് തലപോകുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഇത്തരം ഒരു കുട്ടികളിക്ക് ഈ റോബിൻ സ്വയം നിന്നു കൊടുക്കുമായിരുന്നോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടിരുന്നത്. ഇതൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ റോബിനും ആ സമയത്ത് ചിന്തിച്ചത്. അന്ന് വൈകുന്നേരം അവൾ റോബിൻ്റെ അരികിലേക്ക് വീണ്ടും ആളെ പറഞ്ഞയച്ചു. ആ ക്ഷണം നിരസിക്കുവാനായിട്ട് റോബിന് കഴിയുമായിരുന്നില്ല. രാജകുമാരി തികച്ചും മാന്യമായിട്ട് തന്നെയാണ് പെരുമാറിയത് എന്നൊക്കെയാണ് റോബിൻ മറ്റുള്ള ആളുകളോട് പറഞ്ഞത്. അവനും കഴിവതും ശാന്തനായിട്ട് തന്നെ സംസാരിച്ചു. മറ്റെല്ലാവരെയും പോലെ തന്നെ നമ്മുടെ ഈ റോബിനും ഒരു കാര്യം അറിയായിരുന്നു. നമ്മുടെ ഈ പെണ്ണ് രാജകുമാരി നമ്മുടെ ഈ രാജാവ് കിരീന്ദ്രയുടെ അരുമ സന്താനമാണ്. അയാൾ രാജകുമാരിയെ അതിരറ്റ് സ്നേഹിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തെങ്കിലും എതിർത്ത് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവള് ഈ പിതാവിനോട് രാജാവ് കിരീന്ദ്രയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് തന്നെ വകവരുത്തി കളയുമോ എന്നൊക്കെ റോബിന് സംശയമുണ്ടായിരുന്നു. പക്ഷേ മുന്നോട്ട് പോകുന്തോറും അവൻ ഒരു കാര്യം പിടികിട്ടി, അവനുമായിട്ടുള്ള ബന്ധം രാജാവ് അറിയുമോ എന്നുള്ള ഭയം അവൾക്കും ഉണ്ട്. ചുരുക്കത്തിൽ റോബിൻ ആകെ കൂടി കുഴപ്പത്തിലായി എന്ന് പറഞ്ഞാൽ മതി. അടുത്ത രാത്രിയും അവൾ ആളെ പറഞ്ഞയച്ചു. എന്നാൽ ഭയം മൂലം റോബിൻ എന്ത് ചെയ്തു, രോഗം അഭിനയിച്ചിട്ട് അവശനായിട്ട് കിടക്കുകയാണ് ചെയ്തത്. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ ചെയ്യാനായിട്ടൊന്നും അവന് പറ്റിയില്ല. കൂടെയുള്ളവർ തമാശയ്ക്ക് കണ്ടിരുന്ന ഈ ഒരു ബന്ധം പക്ഷേ റോബിന് ഉറക്കമില്ലാത്ത രാവുകളാണ് സമ്മാനിച്ചത്. പക്ഷേ ഇതൊന്നും അധികം നാളും നീണ്ടു നിന്നില്ല. 2 ദിവസങ്ങൾക്ക് ശേഷം റോബിൻ്റെയും രാജകുമാരിയുടെയും ഈ രഹസ്യബന്ധം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കിയ ഒരു സംഭവം നടന്നു. അത് നല്ലതിനായിരുന്നോ അതോ ദുരന്തമായിരുന്നോ എന്ന് നമുക്ക് വഴിയെ കാണാം. എല്ലാ ദിവസവും രാവിലെ സകല ആളുകളും ഒരുമിച്ച് ചെന്ന് രാജാവിനെ സന്ദർശിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു. അന്നൊരു ദിവസം രാജാവ് സകലരെയും അത്യധികം കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യം സാം മുഖേന അവരെ അറിയിച്ചു. പടിഞ്ഞാറുള്ള മറ്റൊരു ശക്തനായ രാജാവ് ഈ രാജ്യം, അതായത് ടാൻഡ്രോയ് എന്ന് പറയുന്ന ഈ രാജ്യം ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അയാൾ ഈ കിരീന്ദ്രയേക്കാൾ ശക്തനാണ്. പക്ഷേ ഇപ്രാവശ്യം ദേവന്മാർ എൻ്റെ കൂടെയാണ് എന്നാണ് കിരീന്ദ്ര പറയുന്നത്. കാരണം അവരുടെ കൂട്ടത്തിലുള്ള വെള്ളക്കാരേക്കാൾ കൂടുതൽ വെള്ളക്കാർ ഇപ്പോൾ എൻ്റെ കൂടെയാണ് ഉള്ളത്. അതുകൊണ്ട് ഉടൻ തന്നെ നിങ്ങളെല്ലാവരും യുദ്ധത്തിന് വേണ്ടി സജ്ജരാകണം. പക്ഷേ എല്ലാവരും കൂടിയിട്ട് ഇവിടെ ഒരുമിച്ച് നിന്നാൽ ശരിയാവില്ല. എനിക്കും നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് എൻ്റെ മക്കൾ താമസിക്കുന്നുണ്ട്. നിങ്ങൾ പല സംഘങ്ങളായിട്ട് പിരിഞ്ഞിട്ട് അവരുടെ കൂട്ടത്തിൽ ഓരോരുത്തരുടെയും കൂട്ടത്തിൽ വേണം ഇനി താമസിക്കുവാനായിട്ട്. സത്യത്തിൽ ഇത് കേട്ടിട്ട് നാവിരെല്ലാം ഞെട്ടിത്തിരിച്ചു പോയി. കാരണം ചിതറിക്കപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇനി ഒരിക്കലും ഒരുമിച്ച് കൂടാൻ പറ്റില്ല. അങ്ങനെ കൂടിയില്ലെങ്കിൽ ഇവർക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയുമില്ല. അത് രാജാവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അയാൾ ഈ കുബുദ്ധി പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും ഉടൻ ചെയ്തേ തീരൂ. അന്ന് രാത്രി രാജാവ് റോബിന്റെ കൈവശമുള്ള വെള്ളിക്കപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് പരിചാരകരെ വീണ്ടും അയച്ചു. ഇത് ഇയാൾ ആദ്യത്തെ ദിവസം തന്നെ നോട്ട വിട്ട് വെച്ചിരുന്ന സാധനമാണല്ലോ. ഇപ്രാവശ്യം അവന് ഈ നമ്മുടെ റോബിൻ ഒഴിവ് കഴിവുകളൊന്നും പറഞ്ഞില്ല. കാരണം അയാൾക്ക് വേണമെങ്കിൽ ബലമായിട്ട് ഇത് എടുത്തുകൊണ്ട് പോകുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ഒരു മാന്യതയ്ക്ക് വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെ ആളുകളെ പറഞ്ഞിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതൊരു കാളരാത്രിയായിരുന്നു. അന്ന് മുതിർന്നവരാരും തന്നെ ഉറങ്ങിയില്ല. അവിടെയും ഇവിടെയൊക്കെ നിന്നുകൊണ്ട് ആളുകൾ കുശുകുശുക്കുന്നുണ്ട്. ക്യാപ്റ്റന്മാർ 3 പേരും സംഘത്തിലെ മറ്റ് മുതിർന്ന ആളുകളൊക്കെ ആയിട്ട് തീവ്ര ചർച്ചയിലാണ്. രക്ഷപ്പെടാനുള്ള പല വഴികളും അവർ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ റോബിൻ കേൾക്കുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പയ്യനായ റോബിന് ഒരു എത്തും പിടുത്തവും കിട്ടിയതുമില്ല. എങ്ങനെയും രാജാവിനെ തടവിലാക്കിയാൽ നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങൾ വരുതിയിലാക്കാൻ സാധിക്കുമെന്നാണ് ക്യാപ്റ്റൻ ട്രൂമോണ്ട് പറയുന്നത്. അദ്ദേഹത്തിനും കൂട്ടർക്കും ആവശ്യത്തിന് പരിചയസമ്പത്തുണ്ട്. ക്യാപ്റ്റൻ എങ്ങനെ പരിചയസമ്പത്ത് കുറവാണെങ്കിലും അസാമാന്യ ധൈര്യമുണ്ട്.
അങ്ങനെ എല്ലാവരും ആ നിർദ്ദേശത്തോട് യോജിച്ചു. ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നും എപ്പോഴാണ് അറ്റാക്ക് തുടങ്ങേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. തീരെ ചെറുപ്പമായതുകൊണ്ട് തന്നെ ചർച്ചകൾക്കൊന്നും നമ്മുടെ റോബിനെ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ തീരുമാനമെടുത്തത്, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും റോബിന് പിടികിട്ടിയതേയില്ല. എങ്കിലും ഓരോന്ന് ആലോചിച്ച് കിടന്ന അവൻ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഭയാനകമായിട്ടുള്ള ഒരു വെടിശബ്ദം കേട്ടിട്ടാണ് റോബിൻ ഞെട്ടി ഉണർന്നത്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരക്കം പായുകയാണ്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഒന്നും അറിയാത്ത റോബിന് ഈ ഞെട്ടി ഉണർന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഓടുന്നതാകണ്ട് ഇവനും പാവം എഴുന്നേറ്റിട്ട് അവരുടെ കൂടെ തന്നെ ഓടാൻ തുടങ്ങി. ആകെ ബഹളമാണ്. പെട്ടെന്ന് ഈ ഓടിക്കൊണ്ടിരുന്ന റോബിനെ ആരോ പുറകിൽ നിന്നും പിടിച്ചങ്ങ് വലിച്ചു. ഇവന്റെ കൂടത്തിലുള്ള ആ കപ്പലിലുണ്ടായിരുന്ന ഒരു നാവികനാണ്. അയാൾ അവനെ പിടിച്ച് വലിച്ചിട്ട് സുരക്ഷിതമായിട്ട് ഈ കൊട്ടാരത്തിലേക്ക് തിരിച്ചാണ് കൊണ്ടുപോയത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച കണ്ടിട്ട് റോബിൻ ഞെട്ടിപ്പോയി. രാജാവിനെയും ഭാര്യയെയും ഒരു മകനെയും ക്യാപ്റ്റനും കൂട്ടരും ബന്ദികളാക്കിയിരിക്കുകയാണ്. അവരുടെ കൈകൾ പിന്നിൽ കെട്ടിയിട്ടുണ്ട്. ആകെ യുദ്ധസമാനമായ പ്രതീതിയാണ്. ഈ പുറത്തു നിന്നും ഈ രാജാവിന്റെ ആളുകളുടെ കൊലവിളികൾ, ആക്രോശങ്ങളൊക്കെ കേൾക്കാം. റോബിൻ ആകെ കൂടി അങ്ങ് ഭയന്നുപോയി. അന്ന് രാവിലെ പതിവ് പോലെ തന്നെ നാവികരെല്ലാം ക്യാപ്റ്റന്മാരുടെ കൂട്ടത്തിലെ രാജാവിനെ മുഖം കാണിക്കുവാനായിട്ട് പോയതാണ്. ഞൊടിയിട കൊണ്ട് അവർ അയാളെ പിടികൂടുകയും ബന്ദിയാക്കുകയും ചെയ്തു. അതേസമയം മറ്റുള്ളവർ നേരെ അന്തഃപുരത്തിലേക്ക് കുതിക്കുകയും റാണിയെയും അവിടെ ഉണ്ടായിരുന്ന മകനെയും പിടികൂടുകയും ചെയ്തു. ഇപ്പോഴും നാവികർ കൊട്ടാരം മുഴുവൻ കയറി ഇറങ്ങുകയാണ്. കയ്യിൽ കിട്ടിയ അത്യാവശ്യം വരുന്ന സാധനങ്ങളൊക്കെയും അവരെടുത്തു കഴിഞ്ഞു. 30ഓളം ചെറിയ തോക്കുകളും വെടിമരുന്നും ഒക്കെ അവർക്ക് കൊട്ടാരത്തിൽ നിന്ന് ലഭിച്ചു. ചിലർ കയ്യിൽ കിട്ടിയ കുന്തങ്ങളും മറ്റായുധങ്ങളും ഒക്കെ കൈവശപ്പെടുത്തി. എന്നാൽ ഈ സമയം കൊണ്ട് ചുറ്റുവട്ടങ്ങളിലുള്ള ഗ്രാമങ്ങളിൽ മുഴുവനും ഈ ഒരു വാർത്ത പരന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയ മലകാസികൾ പുറത്തു നിന്നും കൂടുതൽ ആളുകളെയും കൂട്ടി ഉടൻ തന്നെ തിരിച്ചെത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതിനിടെ പുറത്ത് തടിച്ചുകൂടിയ രാജാവിൻ്റെ ആളുകളിൽ ആരോ ഒരാൾ ഇങ്ങോട്ടേക്ക് ലക്ഷ്യമാക്കിയിട്ട് വെടിവെച്ചു. അത് ഏറ്റിട്ട് ഈ നാവികരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾക്ക് സാരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു. ഇത് കണ്ട് കോപിഷ്ഠനായ ക്യാപ്റ്റൻ യങ് സാമിനോട് പറഞ്ഞു, രാജാവിനോട് പറയുക, അവരുടെ ആളുകൾ വെടിവെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മരണം ഉറപ്പാണ്. അത് കേട്ടതോടെ കിരീന്ദ്ര ഉച്ചത്തിൽ വെടിവെക്കരുത് എന്ന് തൻ്റെ ആളുകളോട് വിളിച്ചു പറഞ്ഞു. അതോടുകൂടി അവർ ചെറുത്തുനിൽപ്പ് അവസാനിപ്പിച്ചു. ഇനിയാണ് ഇതിനകത്തെ പ്രധാന ഭാഗത്തിലേക്ക് വരുന്നത്. ഇവരുടെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജാവിനെയും കൊണ്ട് രാജാവിൻ്റെ മകന്, രാജാവിൻ്റെ റാണി, ഇത്രയും പേരെയും കൊണ്ട് ബന്ദിയാക്കിയിട്ട് ഇവിടെ നിന്ന് സ്ഥലം വിടുക. എന്നിട്ട് ഈ രാജ്യത്തിൻ്റെ അതിർത്തി വരെയും ഇങ്ങനെ ഇവരെ ബന്ദിയാക്കി കൊണ്ട് തന്നെ പോവുക. അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പുറകെ വന്ന് ഇവരെ ആക്രമിച്ചു കൊല്ലും. അങ്ങനെ അതിർത്തിയായി കഴിയുമ്പോഴേക്കും രാജാവിനെ അവിടെ ഉപേക്ഷിച്ച ശേഷം ഇവരവിടെ നിന്ന് സ്ഥലം വിടും. ഇതൊക്കെയാണ് ഇവരുടെ മനസ്സിലെ പ്ലാന്. അങ്ങനെ അടുത്തതായിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നാവികർ സംഘം ചേർന്ന് ജാഥയായിട്ട് ഈ തടവുകാരെയും കൊണ്ട് കൊട്ടാര വളപ്പിന് പുറത്തേക്ക് കടന്നു. ആയുധധാരികളായ 6 പേരെയാണ് ഏറ്റവും മുന്നിൽ നടക്കുവാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിരുന്നത്. തൊട്ടു പുറകെ തന്നെ തടവുകാരും റോബിൻ ഉൾപ്പെടുന്ന ആ ഒരു സംഘവും മുന്നോട്ട് നീങ്ങി. സായുധനായ 6 പേര് രാജാവിന് മുമ്പിലും പുറകിലൊക്കെ ആയിട്ട് സദാസമയം കാവല് ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ 3 പേര് മുൻപിലും പുറകിലൊക്കെ ആയിട്ട് റാണിയെയും മകനെയും അനുഗമിക്കുന്നുണ്ട്. ചെറുപ്പക്കാരനായ ക്യാപ്റ്റൻ യങ് അനുഗമ തോന്നിയിട്ട് റാണിയെ വിട്ടയച്ചതാണ്. പക്ഷെ അവരെന്ത് ചെയ്തു, ഭർത്താവിനെ വിട്ടുപോകാനായിട്ട് തയ്യാറായില്ല. അയാളുടെ കൂട്ടത്തിൽ തന്നെ താനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ കൂടെ നിൽക്കുകയാണ്. അങ്ങനെ അവരെയും കൂടെ ഒരു ആവശ്യമില്ലെങ്കിലും അവരെയും കൂടെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ നാവികർ ഉള്ളത്. അങ്ങനെ അവരുടെ ഈ മാർച്ച്, കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരുടെ ഈ മാർച്ച് ഏകദേശം 4 മൈലുകൾ പിന്നിട്ട് കഴിഞ്ഞു. പുറകെ തന്നെ അധികം ദൂരത്തല്ലാതെ മലകാസികളുടെ ഒരു വൻ പട രാജാവിനെ അനുഗമിച്ച് പുറകെ വരുന്നുണ്ട്. തരം കിട്ടിക്കഴിഞ്ഞാൽ അവർ പുറകിൽ നിന്നും ആക്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ ഇതിൻ്റെ ഇടെ റോബിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന വെടിവെപ്പിൽ പരിക്കേറ്റ ഒരു നാവികനുണ്ടല്ലോ, അയാളുടെ സ്ഥിതി വളരെ മോശമാകാൻ തുടങ്ങി. അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് പോകാനുള്ള സജ്ജീകരണങ്ങളൊന്നും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അയാളെ വഴിയിൽ ഉപേക്ഷിക്കുകയല്ലാതെ യാതൊരു വഴിയുമില്ല. അയാളെ ശുശ്രൂഷിക്കുവാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാവും. കുറച്ച് മാറി വഴിയിൽ കണ്ട ഒരു ചെറിയ കുളത്തിൻ്റെ അരികെ അവർ മനസ്സില്ലാ മനസ്സോടെ അയാളെ കിടത്തിയ ശേഷം മുന്നോട്ടുള്ള നടത്തം തുടർന്നു. കുറേ കഴിഞ്ഞപ്പോഴേക്കും രാജാവിൻ്റെ ആളുകളുടെ കൊലവിളികൾ പുറകിൽ മുഴങ്ങി. അവർ അയാളുടെ ശരീരം മുഴുവനും കുന്തങ്ങൾ കുത്തിക്കയറ്റിയിട്ട് ആ മനുഷ്യനെ നിഷ്ഠൂരമായിട്ട് വധിച്ചു കളഞ്ഞു. പുറകോട്ട് തിരിഞ്ഞു നോക്കിയ റോബിൻ ഈ ഭയാനക ദൃശ്യം കണ്ട് ആകെ ഭയന്നുപോയി. ഇവർ പിന്നീട് അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയ ശേഷം 2-3 മൈലുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും വഴിയുടെ 2 വശങ്ങളിൽ ഉണ്ടായിരുന്ന മരങ്ങളുടെ മേലാപ്പ് പൊടുതന്നെ ഇല്ലാതായി. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന അതിവിശാലമായ പുൽമേടുകളാണ് ഇനിയുള്ളത്. അതുകൊണ്ട് തന്നെ അനേകം മൈലുകളോളം 4 ദിക്കിലേക്കും വിശാലമായിട്ട് ഇവർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. പുറകെയുള്ള രാജസേവകരുടെ സംഘം ഇപ്പോൾ കൂടുതൽ അടുത്ത് വരികയാണ്. നമ്മുടെ ഈ നാവികരും പുറകെ വരുന്ന മലകാസികളും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ്. അവരുടൻ തന്നെ ആക്രമിച്ചേക്കാം. ഇതിങ്ങനെ തുടർന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ ഈ നാവികർ നടത്തം നിർത്തിയ ശേഷം പിന്നിലേക്ക് തിരിഞ്ഞ് പുറകെ വരുന്ന രാജഭടന്മാർക്ക് അഭിമുഖമായിട്ട് നിലയുറപ്പിച്ചു. ശേഷം ക്യാപ്റ്റന്മാർ പറഞ്ഞത് സാം അവരോട് പരിഭാഷപ്പെടുത്തിയിട്ട് വിശദീകരിച്ചു. ഞങ്ങൾക്ക് നിങ്ങളുടെ രാജാവിനെയോ കുമാരനെയോ ഉപദ്രവിക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല.
ഞങ്ങൾ അദ്ദേഹത്തെ പിടിച്ചു കെട്ടി ശത്രു രാജ്യക്കാർക്ക് കൊടുക്കാനും പോകുന്നില്ല. ഞങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി മാത്രമാണ് അവരെ കൂടെ കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ അതിർത്തി കഴിയുന്ന ആ ഒരു നിമിഷം ഞങ്ങൾ അവരെ വിട്ടയക്കും. ആ സമയത്ത് ഞങ്ങളുടെ ആയുധങ്ങൾ നിങ്ങൾ തിരികെ തരണം. ഇതിനിടെ എന്തെങ്കിലും ആക്രമണങ്ങൾക്ക് നിങ്ങൾ തുനിഞ്ഞാൽ രാജാവിൻ്റെ ജീവൻ അപകടത്തിലാവുമെന്ന് ഉറപ്പാണ്. ഇത്രയും കാര്യങ്ങളാണ് സാം അവരോട് പറഞ്ഞത്. ഇത്രയും വിവരങ്ങൾ അറിയിച്ച ശേഷം മലകാസികളുടെ കൂടെ നിന്നും ഒരു പടത്തലവന് രാജാവിനെ മുന്നോട്ടേക്ക് വന്നിട്ട് കണ്ട് സംസാരിക്കാനുള്ള അനുമതി ക്യാപ്റ്റന്മാർ നൽകി. അയാൾ തൻ്റെ തോക്കും കുന്തവും ഒക്കെ മാറ്റിവെച്ച ശേഷം ഈ രാജാവ് കിരീന്ദ്രയുടെ അരികിലെത്തിയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. കൂടിക്കാഴ്ച അവസാനിച്ചതോടെ നാവികരുടെ സംഘം വീണ്ടും കിഴക്ക് ദിക്ക് ലക്ഷ്യമാക്കിയിട്ട് നീങ്ങി. ഡൗഫിൻ തുറമുഖം തന്നെയായിരുന്നു ഇവിടെ ലക്ഷ്യം. അന്ന് വൈകുന്നേരം വരെയും അവരും തുടർച്ചയായിട്ട് നടന്നു. റോബിൻ ഉൾപ്പെടെയുള്ള പലർക്കും പാദരക്ഷകൾ ഉണ്ടായിരുന്നില്ല. ചിലർക്ക് കലശലായ അസുഖങ്ങളും ബാധിച്ചിട്ടുണ്ടായിരുന്നു. ക്ഷീണിച്ച അവശരായ പലർക്കും ഉടനടി വിശ്രമം ആവശ്യമാണ്. അവസാനം സുരക്ഷിതമായിട്ട് തങ്ങുവാനായിട്ട് പറ്റിയ ഒരിടം അവർ രാത്രിയിൽ അത് കണ്ടെത്തിയിട്ട് അവർ വിശ്രമിക്കാനായിട്ട് തിരഞ്ഞെടുത്തു. രാജാവിനെ കാണുവാനായിട്ട് മുമ്പ് വന്ന പടത്തവനെ വീണ്ടും അരികിലേക്ക് വിളിച്ചിട്ട് ഒരു കാളയെ കൊണ്ടുവരാനായിട്ട് ഈ രാജാവിനോട് നമ്മുടെ ഈ ക്യാപ്റ്റന്മാർ പറഞ്ഞു. നാവികർ ഉടൻ തന്നെ വൃത്താകൃതിയിൽ ആഴം കുറഞ്ഞ ഒരു ചെറിയ കുഴി അങ്ങ് കുഴിച്ചു. അതിനുശേഷം ഈ ഒത്ത നടുവിൽ രാജാവിനെയും മകനെ അങ്ങ് ഇരുത്തി. ക്യാപ്റ്റൻ യങ് മറ്റ് 3 പേരോടൊപ്പം അവർക്ക് കാവലങ്ങിരുന്നു. ബാക്കിയുള്ളവർ 4 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് ക്യാമ്പുകൾ നിർമ്മിച്ചു. ഈ സമയം കൊണ്ട് മുമ്പ് പറഞ്ഞു വിട്ട പടത്തലവൻ ഒരു കാളയൊക്കെ ആയിട്ട് മടങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അയാൾ തൻ്റെ കയ്യിൽ ചുട്ടെടുത്ത കുറച്ച് മാംസവും ഒരു കാളക്കൊമ്പ് നിറയെ കുടിക്കാനുള്ള വെള്ളവും കരുതിയിട്ടുണ്ടായിരുന്നു. താൻ കൊണ്ടുവന്ന കാളയെ നാവികരെ ഏൽപ്പിച്ച ശേഷം അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഇറച്ചിയും വെള്ളമൊക്കെ അയാൾ രാജാവിനും രാജാവിൻ്റെ മകനും റാണിക്കും ഒക്കെ ആയിട്ട് കൊടുത്തു. അവർ കഴിച്ചതിൻ്റെ മിച്ചം വന്ന കുറച്ച് സാധനങ്ങൾ ഈ ക്യാപ്റ്റൻ യങ്ങിന് സമ്മാനിക്കുകയും ചെയ്തു. ഈ ഒരു സമയം കൊണ്ട് നാവികർ ആ കാളയങ്ങ് അറുത്തു. രാജാവ് തൻ്റെ സേവകരെ കൊണ്ട് പാകം ചെയ്യാനുള്ള വിറക് ഇവിടെ നിന്ന് സംഘടിപ്പിച്ചു. അങ്ങനെ കാളയെ ചുട്ടെടുത്ത് കാര്യമായിട്ട് ഭക്ഷണം കഴിച്ചെങ്കിലും ഗുരുതരമായിട്ടൊരു പ്രശ്നം നാവികരുടെ മുന്നിൽ ഉണ്ടായിരുന്നു. കുടിവെള്ളം. മുമ്പ് പരിക്കേറ്റ ഒരാളെ ഉപേക്ഷിച്ചല്ലോ, അവിടെയായിരുന്നു അവസാനത്തെ കുളം ഉണ്ടായിരുന്നത്. രാജാവിനായിട്ട് കൊണ്ടുവന്ന ജലം അയാളുടെ ആളുകൾ അവിടെ നിന്നും സംഭരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. ആ സ്ഥലമാവട്ടെ അനേകം മൈലുകൾ പുറകിലാണ്. ഇനി ടാൻഡ്രോയികളുടെ ഈ രാജ്യത്തിൻ്റെ അതിർത്തിയായിട്ടുള്ള മാന്ത്രേരെ എന്ന് പറഞ്ഞ നദി വരെയുള്ള സ്ഥലങ്ങളിൽ ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല. നാവികർ ഇപ്പോൾ തടവിലാക്കിയിരിക്കുന്ന രാജാവിൻ്റെ ആൻഡ്രോയ് രാജ്യവും തൊട്ടടുത്തുള്ള ആൻസോയ് എന്ന് പറഞ്ഞ രാജ്യവും തമ്മിലുള്ള അതിർത്തിയിലാണ് ഈ മാന്ത്രേരെ നദി സ്ഥിതി ചെയ്യുന്നത്. മഡഗാസ്കറിലെ നദികളും അതിൻ്റെ തീരങ്ങളും ഒരു രാജ്യത്തിൻ്റെയും പരിധിയിൽപ്പെടത്തില്ലായിരുന്നു ആ ഒരു സമയത്ത്. വർഷത്തിലെ 2-3 മാസങ്ങൾ വറ്റി വരണ്ട് കിടക്കുന്ന ഈ നദിയുടെ തീരങ്ങൾ നിറയെ മുൾച്ചെടികൾ, പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ ടി വിയിലും നമ്മൾ ഇമേജസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ബയോബാബ് അല്ലെങ്കിൽ ബൗബാബ് മരങ്ങൾ, അതൊക്കെ നിറഞ്ഞ വരണ്ട പ്രദേശങ്ങളാണ് ഈ നദിയുടെ ചുറ്റുവട്ടത്തുള്ളത്. സത്യത്തിൽ പുൽമേടുകളിൽ അങ്ങിങ്ങായി കാണപ്പെട്ടിരുന്ന ഈ ബയോബാബ് അല്ലെങ്കിൽ ബൗബാബ് മരങ്ങളുടെ തടിക്കകത്ത് ജലം ഉണ്ടായിരുന്നു. ഒരു വലിയ ഈ ബയോബാബ് മരത്തിന് അതിൻ്റെ തടിയിൽ 1,20,000 ലിറ്റർ ജലം വരെയും ശേഖരിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും. എന്നാൽ മരത്തിൽ തുളയുണ്ടാക്കിയിട്ട് ഇത് കുടിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. പകരം ഇത്തരം മരങ്ങളുടെ തടിയിൽ കാണുന്ന പൊത്തുകളിലും ദ്വാരങ്ങളിലും കുഴികളിലും മഴവെള്ളം കെട്ടിക്കിടക്കാറുണ്ട്. ആളുകൾ ഇതാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഈ മരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളമല്ല. എന്തായാലും ബയോബാബ് മരങ്ങളുടെ ദ്വാരങ്ങളിൽ മഴവെള്ളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഉറപ്പാണ്. രാജാവ് പക്ഷെ മനഃപൂർവ്വം ഈ ഒരു കാര്യം തന്നെ തടവിലാക്കിയ നാവികരിൽ നിന്ന് മറച്ചു വെക്കുകയായിരുന്നു. അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. ഇയാളുടെ കൊട്ടാരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ ആവശ്യത്തിന് വേണ്ട വെള്ളം കയ്യിൽ കരുതേണ്ടതായിരുന്നു. ഇനി മറ്റൊരു മാർഗവുമില്ല. എങ്ങനെയും നദിക്കരയിൽ ചെല്ലുന്നതുവരെയും പിടിച്ചു നിൽക്കണം. ക്യാമ്പിൽ നിരാശയുടെ കാർമേഘം സാവധാനം ഉരുണ്ടുകൂടി. ആളുകളുടെ മുഖത്ത് മ്ലാനത പടർന്നു കയറുകയാണ്. കാരണം ഈ ഒരു നദി വരെയും എങ്ങനെയും കുടിവെള്ളമില്ലാതെ ഇവർക്ക് പോകേണ്ടതാണ്. ചിലപ്പോൾ 1-2 ദിവസങ്ങൾ എടുത്തേക്കാം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ രാജാവിൻ്റെയും മകൻ്റെയും കൈകൾ പുറകിൽ നിന്നും മുന്നിലേക്ക് മാറ്റിക്കെട്ടി. അവർക്ക് കിടന്നുറങ്ങാനുള്ള ഒരു സൗകര്യം കണക്കിലെടുത്തിട്ടാണ് അങ്ങനെ ചെയ്തത്. ശേഷം ക്യാപ്റ്റന്മാരുടെ കീഴിൽ ആളുകളെ 3ആയിട്ട് ഭാഗിച്ചു. ഓരോ സംഘവും ഊഴമിട്ട് കാവലിരിക്കണം. ഇതിനിടെ രാജാവ് തൻ്റെ ഭാര്യയോട് തിരികെ പോകാനായിട്ട് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം കൊട്ടാരത്തിന് മകൾ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഇനി നോക്കണ്ട, താൻ തൻ്റെ കാര്യം നോക്കിക്കോളാം, നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ രാജാവ് അവരോട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അവസാനം ഈ മകളെ ഓർത്തിട്ട് ഈ മനസ്സില്ലാ മനസ്സോടെ ഈ റാണി ഈ ഭർത്താവിനെയും മകനെയും കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിട്ടുപിരിഞ്ഞു. ഇവർ പോകാനായിട്ട് അനുവദിച്ചു. ഏതാണ്ട് 15 മിനിറ്റോളം ഈ റാണി ഈ രാജാവിൻ്റെ അടുത്ത് കരഞ്ഞും പിടിച്ചുമൊക്കെ നിന്നു. അതിനുശേഷമാണ് അവരങ്ങ് പോയത്. ഈ രാജാവിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള മകനല്ല, സഹോദരിയുടെ മകനാണ് എന്നാണ് ഇപ്പോഴും ചില ഗവേഷകരൊക്കെ പറയുന്നത്. അന്ന് രാത്രി പുല്ലുകൾ നിറഞ്ഞ പരിക്കൻ തറയിൽ എങ്ങനെയൊക്കെ കിടന്ന് റോബിൻ നേരം വെളുപ്പിച്ചു. ഇനിയും ഏറെ ദൂരം യാത്ര ചെയ്യേണ്ടതാണ്.
തലേ രാത്രിയിൽ നിന്ന് ബാക്കി വന്നിരുന്ന കാളയിറച്ചി കഴിച്ച് വിശപ്പെടുക്കിയിട്ട് അവർ വീണ്ടും യാത്ര തുടർന്നു. പക്ഷെ വെള്ളം ഒരു കിട്ടാക്കനിയായിട്ട് വീണ്ടും വീണ്ടും തുടരുകയാണ്. അതോടുകൂടിയിട്ട് സകല ആളുകളുടെയും ആരോഗ്യസ്ഥിതി വഷളായി. ഈ നാവികരും കൂട്ടരും തലേ രാത്രിയിൽ കഴിച്ചു കൂട്ടിയ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്ത് നിന്ന് മാറിയിട്ട് രാവിലെ നടക്കാൻ തുടങ്ങിയതോടെ പുറകെ വന്നിരുന്ന രാജാവിന്റെ അനുയായികൾ ഇവർ നേരത്തെ കിടന്നിരുന്ന ആ സ്ഥലം, തലേ രാത്രിയിൽ കിടന്നിരുന്ന ആ സ്ഥലമാകെ കയറി ഇറങ്ങി പരിശോധിക്കുന്നത് ഈ റോബിൻ ദൂരെ നിന്നും കണ്ടു. ചുമക്കുവാനുള്ള പ്രയാസം കാരണം നാവികരിൽ പലരും പല സാധനങ്ങളും ഒക്കെ അവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അതാവും അവർ തിരയുന്നത്. അല്പം തണുത്ത കാലാവസ്ഥയായിരുന്നു അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചവരെയും അവർ വലിയ ക്ഷീണമൊന്നും ഇല്ലാതെ തന്നെ കൂടുതൽ ദൂരം സഞ്ചരിച്ചു. ഇന്നലത്തെ പോലെ തന്നെ രാജാവിൻ്റെ ആ ഒരു പടത്തലവൻ കുറച്ച് ഇറച്ചിയും വെള്ളമൊക്കെ ആയിട്ട് രാജാവിൻ്റെ കൂടെയുള്ള ആ ഒരു മകനോ അല്ലെങ്കിൽ പെങ്ങളുടെ മകനോ അവരുടെ അരികിലെത്തിയിട്ട് അവരെ കഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും അവരുടെ കെട്ടുകൾ അഴിച്ചു മാറ്റാനായിട്ട് ക്യാപ്റ്റൻ യങ്ങിന് ധൈര്യം ഉണ്ടായിരുന്നില്ല, അതിനനുവദിച്ചില്ല. പടത്തലവൻ പക്ഷേ ഇപ്രാവശ്യം വെറുതെ മടങ്ങിപ്പോയില്ല. അയാൾ പുതിയൊരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു. രാജാവിനെ വിട്ടയക്കുന്നതിന് പകരമായിട്ട് 6 തോക്കുകൾ തരാം എന്നാണ് അയാൾ ഇപ്പോഴും പറയുന്നത്. തോക്കുകൾ തരിക മാത്രമല്ല, രാജാവിനെ മാത്രം വിട്ടു തന്നാൽ മതി, ഈ പെങ്ങളുടെ മകൻ അപ്പോഴും നിങ്ങളുടെ കൈവശം തന്നെ ഇരുന്നോട്ടെ, ഈ നദി കടക്കുമ്പോൾ മാത്രം അവനെ തിരികെ തന്നാൽ മതി. ഇതൊക്കെയാണ് ഈ പടത്തലവൻ ഇപ്പോഴും പറയുന്നത്. ആ വ്യവസ്ഥ കേട്ടതോടെ ക്യാമ്പിൽ ചൂട് പിടിച്ച ചർച്ച തുടങ്ങി. ഈ മാന്ത്രേരെ നദി കടന്ന് അടുത്ത രാജ്യത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് സുരക്ഷയ്ക്കായിട്ട് കൂടുതൽ തോക്കുകൾ ആവശ്യമാണ്. അതുകൊണ്ട് അതൊരു നല്ല നീക്കമായിട്ട് പലരും വിലയിരുത്തി. കാരണം അപ്പോഴും ഈ പറയുന്ന പെങ്ങളുടെ മകൻ അവരുടെ കൈവശം തന്നെ ഉണ്ടാവുമല്ലോ. പക്ഷെ ചിലർ അത് കുഴപ്പം പിടിച്ചൊരു നീക്കമായേക്കാം എന്ന് വാദിച്ചു. രാജാവ് കൂടെയുള്ളത് തന്നെയാണ് സംഘത്തിൻ്റെ സുരക്ഷയ്ക്ക് നല്ലത് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവസാനം രാജാവിനെ വിട്ടുകൊടുക്കാൻ തന്നെയാണ് തീരുമാനമെടുത്തത്. 6 നല്ല തോക്കുകൾക്ക് പകരമായിട്ട് രാജാവിനെ തിരികെ തരാമെന്നും തങ്ങളെ ഇനി നിങ്ങൾ ഫോളോ ചെയ്ത് വരാൻ പാടില്ല എന്നും സാം പടത്തലവനെ അറിയിച്ചു. രാജകുമാരൻ പക്ഷേ ഈ മാന്ത്രേരെ നദി കടക്കുന്നത് വരെയും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അയാളെ ഞങ്ങൾ വിട്ടയക്കും. നാവികരുടെ പെട്ടെന്നുള്ള ഈ ഒരു തീരുമാനത്തിൽ രാജാവിൻ്റെ സേനാനായകൻ പക്ഷേ അത്ഭുതപ്പെട്ടു പോയി. അയാൾ ഉടൻ തന്നെ തൻ്റെ കൂടെയുള്ള ആളുകളെ രാജാവിൻ്റെ മറ്റു മക്കളെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു. അവർ തങ്ങളുടെ സൈന്യത്തോടൊപ്പം കുറച്ചകലെ മാറി ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ തന്നെ 6 തോക്കുകളൊക്കെ ആയിട്ട് അവർ മടങ്ങിയെത്തി. നാവികർ എല്ലാ തോക്കുകളും മാറി മാറി നോക്കിയിട്ട് അവരുടെ ആ ഒരു തോക്കിൻ്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തി. ഈ രാജ്യത്ത് കിട്ടാവുന്നതിൽ വെച്ച് നല്ല തോക്കുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അവസാനം ക്യാപ്റ്റൻ യങ് രാജാവിനെ അവരുടെ കൂട്ടത്തിൽ പറഞ്ഞയച്ചു. ഇതേ സമയം ദൂരെ മാറി മറ്റ് മക്കള് രാജാവിൻ്റെ വരവും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവർ ഓടി വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും എല്ലാവരും മുട്ടുകുത്തി നിന്ന് രാജാവിൻ്റെ പാദങ്ങൾ നാവുകൊണ്ട് നക്കി തുടച്ച് തങ്ങളുടെ ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതായിരുന്നു ആ നാട്ടിലെ കീഴ്വഴക്കം. തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ സേനാനായകന്മാരും അതുതന്നെ ചെയ്തു. ഇത് കണ്ട് ബാക്കിയുള്ളവർ അത്യാഹ്ലാദത്തോടെ വെടിപൊട്ടിച്ചും ചൂളമടിച്ചും രാജാവിൻ്റെ വരവ് അവരെ ആഘോഷമാക്കി. അവർ വീണ്ടും കുറേയേറെ നേരം ഈ രാജാവ് വന്നത് ഒച്ച വെച്ച് ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ അകലെ നിന്ന് നമ്മുടെ ആളുകൾ ഈ നാവികർ കാണുന്നുണ്ട് ഇതെല്ലാം. എന്നാൽ അന്ന് ഉച്ച കഴിഞ്ഞതോടെ നാവികരെല്ലാം തീർത്തും അവശരായി. ഒരിറ്റു വെള്ളത്തിനായിട്ട് എന്തും ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു സകല ആളുകളും. സാം രാജകുമാരനോട് വീണ്ടും വീണ്ടും ഏതെങ്കിലും ജലസ്രോതസ്സിനായിട്ട് ചോദിച്ചെങ്കിലും അതിർത്തിയിലെത്താതെ യാതൊരു മാർഗവുമില്ല എന്ന് അയാൾ ആവർത്തിച്ച് തന്നെ ഇവരോട് പറയുന്നുണ്ടായിരുന്നു. അതാവട്ടെ ഈ രാത്രിക്ക് മുമ്പായിട്ട് ചെന്നെത്തുകയില്ല. സംഘത്തിന്റെ ആരോഗ്യനില മനസ്സിലാക്കിയ ക്യാപ്റ്റന്മാർ വളരെ സാവധാനമാണ് നടന്നിരുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ മുന്നോട്ട് നീങ്ങുവാനായിട്ട് സാധിച്ചു. പോകുന്ന വഴി രാജകുമാരനോട് വഴിയിലെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാണ് അവർ നീങ്ങിയിരുന്നത്. വിശാലമായ തുറന്ന പ്രദേശങ്ങളിലൂടെയാണ് അവരിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നദിയുടെ തെക്കും വടക്കുമായിട്ട് നീണ്ടു നിവർന്നു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് ഇപ്പോൾ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്ധ്യയോടെ ആ സംഘം വിശാലമായിട്ടുള്ള ഒരു മണൽ പ്രദേശത്ത് എത്തിച്ചേർന്നു. അന്ന് രാത്രി അവിടെ ക്യാമ്പ് കെട്ടി വിശ്രമിക്കുവാൻ തന്നെ ക്യാപ്റ്റന്മാർ തീരുമാനിച്ചു. പാദങ്ങൾക്ക് കീഴെ പരുക്കൻ മണ്ണിന് പകരം ഇപ്പോൾ നനുനനുത്ത മണലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കിടന്നുറങ്ങാനായിട്ട് കുറച്ച് കൂടുതൽ സുഖം കിട്ടിയേക്കും. ഇന്നലത്തെ പോലെ തന്നെ നാവികർ പല സംഘങ്ങളായിട്ട് തന്നെ കാവലിരുന്നു. ഇപ്രാവശ്യം പക്ഷേ കാളയിറച്ചിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും തളർന്ന് കിടന്നുറങ്ങിപ്പോയി. കുറേ ദൂരെ മാറി രാജാവിൻ്റെ സൈന്യവും അവരുടെ ആളുകളൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. അവരാകട്ടെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, അവരും ഒരു 6-7 സംഘങ്ങളായിട്ട് തിരിഞ്ഞാണ് അവരും വിശ്രമിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം പ്രഭാതമായി. എല്ലാവരും അതിരാവിലെ തന്നെ എഴുന്നേറ്റ് യാത്രയ്ക്ക് തയ്യാറായി. എത്രയും വേഗം നദിക്കരയിൽ എത്തിയേ തീരൂ. നാവികർ നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അല്പം മാറി പുറകിൽ വിശ്രമിച്ചിരുന്ന രാജാവിൻ്റെ ആളുകളും അവരും എഴുന്നേറ്റു, അവർക്കും ജീവൻ വെച്ചു. അന്ന് രാവിലെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഉച്ചയോടെ ഇവരുടെ ഈ സംഘം, നാവികരുടെ സംഘം, ഒരു കുന്നിൻ്റെ ചെരുവിൽ എത്തിച്ചേർന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു കുന്നിൻ്റെ മുകളിൽ ഈ അടുത്ത കാലത്ത് നിർമ്മിച്ചതുപോലെ ഒരു വാട്ടർ ടാങ്ക്, തടി കൊണ്ട് നിർമ്മിച്ച ഒരു ജലം സംഭരിച്ചു വെക്കുന്ന ഒരു ടാങ്ക് അവിടെ ഇരിക്കുന്നത് ഇവർ കണ്ടു. ഇതുവഴി വരുന്ന യാത്രികർക്കായിട്ട് വെച്ചിരിക്കുന്നതാണോ എന്നൊന്നും ഇവർക്ക് മനസ്സിലായില്ല. 6 അടിയോളം ഉയരമുണ്ടായിരുന്ന അതിൽ 100 കണക്കിന് ഗ്യാരൻ ടോക്ക് ഇവരുടെ ഒരു മദ്യമുണ്ടല്ലോ അത് കരുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും ആർത്തിയോടെ അതിനരികിലേക്ക് ഓടിയെത്തി. പക്ഷെ സാം ഓടി വന്നിട്ട് എല്ലാവരെയും വിലക്കി, കുടിക്കരുത്, കാരണം ഇതൊരു കെണിയാവാൻ സാധ്യതയുണ്ട്.
ഈ പുറകെ വരുന്ന ആളുകൾ വേറെ കുറേ ആൾക്കാരെ വേറെ വഴിയെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ വരുന്നതിന് മുമ്പ് ഇവിടെ ഇത് വെച്ചിരിക്കുന്നതാണെങ്കിലോ ഇതിനകത്ത് വിഷം കലക്കിയിട്ടുണ്ടെങ്കിലോ ഇതൊക്കെ നമ്മളങ്ങനെ അറിയാനാണോ? രാജഭടന്മാർ രാത്രിയിൽ 1-2 പേരെ അയച്ചിട്ട് ഇതിനകത്ത് വിഷം കലക്കിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആരും കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സാം അത് അപ്പാടെ അങ്ങ് മറിച്ച് കളഞ്ഞു. അതോട് കൂടിയിട്ട് ഇതൊരു കെണി തന്നെയായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ആ പ്രതീക്ഷയും അസ്തമിച്ചു. ചുണ്ടുകൾ വറ്റി ഉണങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേർപെടുത്താൻ പറ്റാത്ത രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. എത്ര നേരം ഈ രീതിയിൽ മുന്നോട്ടേക്ക് നീങ്ങാൻ പറ്റുമെന്ന് ഒരു നിശ്ചയവുമില്ല. സാം ഈ ടോക്ക് ആ ഒരു വെള്ളം മുഴുവൻ മറിച്ച് കളയുന്നത് കണ്ടിട്ട് പുറകെ വന്നിരുന്ന ഈ പടത്തലവനുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ അടുത്ത് വരുന്ന അയാൾ മറ്റ് 3 പേരും ഒക്കെ ആയിട്ട് സാമിൻ്റെ അരികിലെത്തിയിട്ട് എന്തിനാണ് ഈ പണി കാണിച്ചത് എന്ന് ചോദിച്ചു. പക്ഷേ ആ ചോദ്യം ശ്രദ്ധിക്കാതെ സാം ഒഴിഞ്ഞു മാറി. ശേഷം ഈ പടത്തലവൻ കുമാരനോട്, ഇവരുടെ കൂടെയുള്ള രാജകുമാരനോട് എന്തൊക്കെയോ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ ക്യാപ്റ്റൻ യങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് പുതിയ വ്യവസ്ഥ അവതരിപ്പിച്ചു. ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഈ രാജകുമാരനെ വിട്ടു തരികയാണെങ്കിൽ, അയാളെ കൂടെ വിട്ടു തരികയാണെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിലെ 3 പ്രമാണിമാരെ ഞങ്ങൾ പകരം വെക്കാനായിട്ട് തരാം. ഇതായിരുന്നു പുതിയ വാഗ്ദാനം. രാജകുമാരൻ ഉള്ളതുകൊണ്ടാണ് സൈന്യം തങ്ങളെ ഇപ്പോഴും അനുഗമിക്കുന്നത് എന്നാണ് ക്യാപ്റ്റൻ യങ് കരുതിയത്. അയാളെ വിട്ടുകൊടുത്താൽ അവരുടെ ശല്യം അങ്ങ് ഒഴിവാക്കാം. സമ്മതിച്ചു. പക്ഷേ ആ 3 പേരിൽ ഒരാൾ നിങ്ങളാവണം, ക്യാപ്റ്റൻ യങ് പടത്തലവനോട് പറഞ്ഞു. അത് സാധ്യമല്ല എന്ന് അയാൾ അപ്പോൾ തന്നെ പറഞ്ഞു. കാരണം തനിക്ക് അതിനുള്ള അനുവാദമില്ല. പകരം തൻ്റെ സഹോദരൻ നിങ്ങളുടെ തടവുപുള്ളിയാകും എന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ 1 മണിക്കൂറിനുള്ളിൽ അയാൾ പോയിട്ട് പുതിയ 3 തടവുകാരെയും കൊണ്ട് നാവികരുടെ അരികിൽ തിരികെ എത്തി. പകരം ക്യാപ്റ്റൻ രാജകുമാരനെ അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. തിരികെ എത്തിയ രാജകുമാരന് ഗംഭീര വരവേൽപ്പാണ് അവരുടെ സൈന്യം കൊടുത്തത്. രാജാവ് പക്ഷേ അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. വിട്ടയക്കപ്പെട്ട ശേഷം അയാൾ നേരെ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. ബന്ദികളായിട്ട് പുതുതായിട്ട് കിട്ടിയ നാട്ടുപ്രമാണിമാരെയും കൊണ്ട് നാവികർ വീണ്ടും മുന്നോട്ടുള്ള പ്രയാണം തുടർന്നു. വെള്ളവും കാളയിറച്ചിയും ഇപ്പോഴും ഒരു സ്വപ്നമായിട്ട് തുടരുകയാണ്. പക്ഷേ അധികം വൈകാതെ ക്യാപ്റ്റൻ യങ്ങിന് താൻ ചെയ്തത് പൊറുക്കാനാവാത്ത ഒരു ഭീമ അബദ്ധം തന്നെയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. അദ്ദേഹം കരുതിയത് ഈ രാജകുമാരനെ കിട്ടിയതോടെ പുറകെ വരുന്ന രാജാവിൻ്റെ ആളുകൾ പിൻവാങ്ങുമെന്നാണ്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. മാത്രവുമല്ല, അവർ പൂർവാധികം ഉത്സാഹത്തോടെ അവരെ വീണ്ടും പിന്തുടരുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി ഈ നാവികരുടെ സംഘവും സൈനികരും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വന്നു. ചിലര് ഓടിക്കേറിയിട്ട് നാവികർക്ക് മുന്നേ സഞ്ചരിക്കുവാനും തുടങ്ങി. അത് കണ്ടതോടെ റോബിനാകെ വിരണ്ടുപോയി. ഒരു അറ്റാക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടായേക്കാം. ഇതെല്ലാം കണ്ട് പരിഭ്രാന്തിയോടെ നാവികർ നടത്തത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു. ഇന്ത്യയിൽ വെച്ച് തൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ നാവികരുടെ സംഘത്തിലുണ്ടായിരുന്നു. നഷ്ടപ്പെട്ട കാലിൻ്റെ സ്ഥാനത്ത് തടികൊണ്ട് നിർമ്മിച്ച ഒന്നാണ് പകരം വെച്ചുപിടിപ്പിച്ചിരുന്നത്. സാമാന്യ ആരോഗ്യം ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരന് പക്ഷേ നിർഭാഗ്യവശാൽ വേഗതയിൽ മറ്റുള്ള ആളുകളുടെ ഒപ്പം എത്താനായില്ല. എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള വ്യഗ്രതയിൽ മുന്നോട്ട് വളരെ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരുന്ന നാവികർക്കാർക്കും ഈ ഒരു പാവത്തെ ഒപ്പം കൂട്ടാനും സാധിച്ചില്ല. ആർക്കും മറ്റുള്ളവരെ നോക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയായിരുന്നില്ല ആ സമയത്തുണ്ടായിരുന്നത്. ഒറ്റപ്പെട്ടു പോയ അയാളെ പുറകെ വന്നിരുന്ന സൈന്യം കൈയോടെ പിടികൂടി. അവരെന്ത് ചെയ്തു? അവൻ്റെ മരക്കാലുകൾ പിഴുതെടുത്തിട്ട് തട്ടിക്കളിക്കുവാനായിട്ട് തുടങ്ങി. അയാൾ അവിടെ നിലത്തെഴിഞ്ഞുകൊണ്ട് അവരോട് ജീവന് വേണ്ടി അപേക്ഷിച്ചു. അത് കണ്ട് അവരെ ആർത്തുല്ലസിക്കുകയാണ് ചെയ്തത്. അവസാനം തങ്ങളുടെ മൂർച്ചയേറിയ കുന്തങ്ങൾ അവരെ അയാളുടെ ശരീരത്തിൽ കുത്തിയിറക്കി. ശേഷം ചോരയൊലിപ്പിക്കുന്ന ആ ഒരു മാംസപിണ്ഡത്തെ വഴിയിൽ അതേപടിയിട്ട് മണ്ണിൽ ഇട്ട ശേഷം അവര് പൂർവാധികം ശക്തിയോടെ നാവികരെ വീണ്ടും പിന്തുടരുകയാണ് ചെയ്തത്. ആ ചെറുപ്പക്കാരന്റെ വിധി തന്നെയാണ് മറ്റുള്ള ആളുകളെയും കാത്തിരിക്കുന്നത്. നടത്തത്തിന്റെ വേഗത കൂട്ടണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് കഴിയുന്നില്ല. ആക്രോശങ്ങളും അലർച്ചകളും അടുത്തടുത്ത് വരികയാണ്. ഭീതിയുടെ കാർമേഘം അവരുടെ മുകളിൽ ഉരുണ്ടുകൂടി തുടങ്ങി. അവസാനം അന്ന് സന്ധ്യയോടെ വലിയൊരു പുളിമരത്തിന്റെ ചുവട്ടിൽ അവരെത്തിച്ചേർന്നു. അത് കണ്ടതോടെ ആളുകൾ ആക്രാന്തത്തോടെ അതിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയിട്ട് ഇലകൾ പറിച്ച് ചവച്ചരച്ച് തിന്നു. കയ്പുണ്ടായിരുന്നെങ്കിലും അവർക്ക് വേറെ മാർഗമൊന്നുമില്ലായിരുന്നു. കഷ്ടകാലത്തിന് ആ ഒരു മരത്തിലെ കായ്കൾ ഉണ്ടാകുന്ന ഒരു സമയമായിരുന്നില്ല അത്. ഇതേസമയം നാവികരുടെ കൂടെ ഉണ്ടായിരുന്ന തടവുകാരുണ്ടല്ലോ, അവരാകെ പരിഭ്രാന്തരാണ് കാണപ്പെടുന്നത്. കാരണം ഇപ്പോഴെങ്ങാനും സൈന്യം പുറകെ വരുന്നവർ ഇവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ തങ്ങൾ വധിക്കപ്പെടും എന്നൊരു ആശങ്ക അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടൻ തന്നെ സാമിനെ വിളിച്ചിട്ട് അവരുടെ ആശങ്കകൾ അറിയിക്കുകയും എല്ലാവരുടെയും ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു മാർഗം പറയുകയും ചെയ്തു. അതായത് രാത്രിയിൽ ഉറങ്ങിയതായിട്ട് ഭാവിച്ച് കിടന്ന ശേഷം കുറെ കഴിയുമ്പോഴേക്കും ആരും കാണാതെ ഇരുട്ടിൻ്റെ മറവിൽ യാത്ര തുടരണം. ഇതായിരുന്നു അവരുടെ നിർദ്ദേശം. ക്യാപ്റ്റന്മാർക്ക് ഈ അഭിപ്രായം നന്നായി അങ്ങ് ബോധിച്ചു. എല്ലാവരും ഉറങ്ങാൻ കിടക്കുന്നതായിട്ട് ഭാവിക്കുവാനും എന്നാൽ ഉറങ്ങിപ്പോകരുത് എന്നും അവർ ആളുകളോട് പറഞ്ഞു. നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ശബ്ദം ഉണ്ടാക്കാതെ എഴുന്നേറ്റ് യാത്ര തുടരണം. സകല ആളുകളും ക്ഷീണിതരാണ് എങ്കിലും ഏത് വിധേനയിലും ശത്രുക്കളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം കാരണം പ്രത്യാശയോടെ അതനുസരിച്ചു. രാത്രി ഏറെ ചെന്നതോടെ ഇവർക്ക് രക്ഷപ്പെടുവാൻ പറ്റിയ ഒരു അന്ധകാരം ആ ഒരു ഇരുട്ട് ചുറ്റിനും വ്യാപിച്ചു. അകലെ നിന്നും നാവികരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാജഭടന്മാരെ കബളിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് തുണികളും മറ്റും ചെടികളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൂക്കി കിട്ടും. എന്നിട്ട് സാവധാനം ശബ്ദമുണ്ടാക്കാതെ അവർ മുന്നോട്ടേക്ക് നീങ്ങി. ക്യാപ്റ്റൻ റൂമുകൊണ്ട് ആകെ അവശനായിരുന്നു. അദ്ദേഹത്തിന് തീരെ നടക്കുവാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ മറ്റുള്ളവർക്ക് ആർക്കും അദ്ദേഹത്തെ സഹായിക്കാനുള്ള ആരോഗ്യം ആ സമയത്തുണ്ടായിരുന്നില്ല.
അവസാനം അവരുടെ കയ്യിലുണ്ടായിരുന്ന അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന തടവുകാരെ തന്നെ അവർ ഈ ജോലി ഏൽപ്പിച്ചു. അവർ മാറി മാറി അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങി. അങ്ങനെ കുറേയേറെ സമയം കഴിഞ്ഞപ്പോഴേക്കും സംഘം പഞ്ഞി മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. ക്യാപ്റ്റൻ ട്രൂമൂഡിനെ വഹിച്ചിരുന്ന തടവുകാരൻ അദ്ദേഹത്തെ സാവധാനം താഴെ അങ്ങ് വെച്ചിട്ട് എല്ലാവരും ഒന്ന് നോക്കിയ ശേഷം പൊടുന്നനെ ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു കളഞ്ഞു. അതോടുകൂടി ബാക്കിയുള്ള 2 പേരുടെ കാര്യത്തിൽ നാവികർ അതീവ ശ്രദ്ധാലുക്കളായി. അവരുടെ കഴുത്തിൽ കയറുകൊണ്ട് ഒരു കുടുക്കിട്ടിട്ട് സുരക്ഷ കൂടുതൽ ശക്തമാക്കി. അന്ന് രാത്രി കൊണ്ട് അവർ സാധാരണയിൽ കൂടുതൽ ദൂരം താണ്ടിയിട്ടുണ്ടായിരുന്നു. ക്ഷീണം വകവയ്ക്കാതെ രക്ഷപ്പെടാനുള്ള ഒരു ആഗ്രഹമായിരിക്കാം അവരുടെ ഈ നേട്ടത്തിന് പിറകിൽ ഉണ്ടായിരുന്നതും. ഈ തടവുകാർ പറഞ്ഞ ആ ഒരു വിവരം അനുസരിച്ചിട്ട് നേരം വെളുത്ത് കഴിയുമ്പോഴേക്കും എല്ലാവരും ഈ മാന്ത്രേരെ എന്ന് പറഞ്ഞ നദിക്കരയിൽ എത്തിച്ചേരേണ്ടതാണ്. വൈകാതെ പ്രഭാതം സാവധാനം തല കാണിച്ചു തുടങ്ങി. അങ്ങകലെ ചെറു കുന്നുകൾ പ്രത്യക്ഷപ്പെട്ടു. തടവുകാർ തന്ന വിവരം സത്യമായിരുന്നു. അങ്ങകലെ നദിയുടെ തീരം അവർ നാവികർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. നദിക്കരയിലേക്ക് കുറച്ച് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ആ കാഴ്ച അവർക്ക് സമ്മാനിച്ച ഊർജം അസാമാന്യമായിരുന്നു. എങ്ങനെയും നദിയിലിറങ്ങി ആവുവോളം വെള്ളം അകത്താക്കണം, ഇതായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. മാത്രമല്ല, ഈ കിങ് കിരീന്ദ്രയുടെ മേൽക്കോയ്മ ഈ നദിയുടെ കരവരെ മാത്രമേ ഉള്ളൂ. അതിനപ്പുറം അവരുടെ ശത്രു രാജ്യമാണ്, കിങ് സാമുവേലാണ് അവിടെ ഉള്ളത്. പക്ഷേ ആ നദിയുടെ അപ്പുറവും വരണ്ട സമതലങ്ങൾ മൈലുകളോളം ഇങ്ങനെ വിജനമായിട്ട് തന്നെ കിടക്കുകയാണ്. അവരെ രക്ഷിക്കാനായിട്ട് അവിടെ ഒന്നും ആരും ഉടൻ തന്നെ വരാൻ യാതൊരു സാധ്യതയില്ല. എന്നാൽ പുറകെ വരുന്ന രാജാവിൻ്റെ സൈന്യം ഒരു രാത്രി ദൂരം പുറകിലാണ് എന്നുള്ള ധാരണ പലർക്കും വിശ്രമിക്കാനായിട്ട് ധൈര്യം നൽകി. ചിലരൊക്കെ കിട്ടിയ തണലുകളിൽ, അവിടെ കുറച്ച് മരങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നു, അതിൻ്റെ തണലിൽ ഇരുന്ന് വിശ്രമമെടുത്തു. എന്നാലും മറ്റുള്ള ആളുകൾ ആ സമയം നദി നീന്തി കിടക്കുന്ന തിരക്കിലായിരുന്നു. നമ്മുടെ റോബിനും കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവർ രണ്ടുപേരും വിശ്രമിക്കാനായിട്ട് നിന്നില്ല. അവർ മുന്നോട്ട് തന്നെ നീങ്ങി. എന്നാൽ അവരുടെ ധാരണകൾ എല്ലാം തെറ്റായിരുന്നു. രാത്രിയിൽ എപ്പോഴോ നാവികർ കടന്നു കളഞ്ഞെന്ന വിവരം ഈ സൈന്യത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതോടുകൂടി പ്രതികാരദാഹത്തോടെ വേട്ടപ്പട്ടികളെപ്പോലെ കാട്ടിലൂടെ ഓടിയെത്തിയ അവർ അതിവേഗം നാവികരെ പിന്തുടർന്ന് ഇവിടെ എത്തുക തന്നെ ചെയ്തു. വെളുപ്പിനെ തന്നെ ആരും അറിയാതെ നാവികരുടെ തൊട്ടുപിറകിലെത്തിയ ഈ സൈനികർ പല മരങ്ങളുടെ കീഴിലൊക്കെയായിട്ട് വിശ്രമിച്ചിരുന്ന ആളുകളുടെ കഴുത്തിലൂടെ മിന്നൽ വേഗത്തിൽ കുന്തങ്ങൾ കയറ്റിയിറക്കി. ഏകദേശം 20ഓളം പേരാണ് പുറകിൽ ഇങ്ങനെ മരങ്ങളുടെ തണലിൽ വിശ്രമിച്ചുകൊണ്ടിരുന്നത്. അവരെല്ലാം തന്നെ തൽക്ഷണം വധിക്കപ്പെട്ടു. അത് കണ്ട റോബിൻ പരിഭ്രാന്തിയോടെ അലറിക്കൊണ്ട് മുന്നോട്ടോടി. അവൻ തൻ്റെ കോട്ടും മറ്റ് സാധനങ്ങളും ദൂരെ എറിഞ്ഞു കളഞ്ഞു. കാരണം ഇനി അതൊന്നും ഓട്ടത്തിന് തടസ്സമാവരുത്. നാവികരിലെ കുറച്ച് പേര് ഇപ്പോൾ തന്നെ നദിയുടെ തീരത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ യങ്, മറ്റ് 2 ക്യാപ്റ്റന്മാർ, പിന്നെ സാം, അവരുടെ ആ സാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഇംഗ്ലീഷ് ദമ്പതികളുണ്ടല്ലോ, അവരും ഒക്കെ അങ്ങനെ കുറച്ച് ആളുകൾ നദി നീന്തി കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയം കൊണ്ട്. പെട്ടെന്ന് തന്നെ വലിയൊരു വെടിയൊച്ചയും അലർച്ചയും കേട്ടിട്ട് നമ്മുടെ റോബിൻ ഞെട്ടിപ്പോയി. അവൻ്റെ കൂടെ ഓടിയിരുന്ന സ്ത്രീ വെടിയേറ്റ് വീണ് കഴിഞ്ഞു. പിന്നാലെ ഓടിയെത്തിയ സൈനികർ അവരുടെ ശരീരത്തിലൂടെ കുന്തങ്ങൾ കുത്തിയിറക്കി. അത് കണ്ട പാവം റോബിൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. എങ്ങനെയും നദി കടന്ന് ക്യാപ്റ്റൻ്റെ അരികിൽ എത്തണം. ആ സ്ത്രീയെ വധിച്ച അതേ സൈനികർ ഇപ്പോൾ അവൻ്റെ പുറകെയാണ് ഓടി വരുന്നത്. എതിർവശത്ത് നദീതീരത്ത് ക്യാപ്റ്റന്മാരും ആദ്യം എത്തിയ കുറച്ച് പേരും ഉണ്ടായിരുന്നു. വെള്ളത്തിലേക്ക് എടുത്തു ചടുവാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ റോബിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടിട്ട് അവൻ ഒന്നും നോക്കാതെ നേരെ വെള്ളത്തിലേക്ക് തന്നെ എടുത്തങ്ങ് ചാടി. മരിക്കുന്നതിന് മുമ്പ് ആവുവോളം വെള്ളം കുടിക്കണം എന്നതായിരുന്നു അവൻ്റെ ആഗ്രഹം. എങ്കിലും ഒരു വിധത്തിൽ നീന്തി തുടിച്ച് അവൻ നദിയുടെ മറുവശത്തുള്ള ക്യാപ്റ്റൻ്റെയും കൂട്ടരുടെ അരികിൽ എത്തിച്ചേരുക തന്നെ ചെയ്തു. ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്ന് അദ്ദേഹം അവനോട് ചോദിച്ചു. എല്ലാവരും തന്നെ വധിക്കപ്പെട്ടു എന്ന് റോബിൻ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. ഇനി ചെറിയൊരു കാട്ടിലൂടെ വേണം അവർക്ക് മുന്നോട്ടേക്ക് നീങ്ങുവാനായിട്ട്. ആളുകൾ അങ്ങോട്ടേക്ക് കയറുന്നത് നദിക്കരയിൽ ഓടിയെത്തിയ ഈ സൈനികർ കാണുന്നുണ്ടായിരുന്നു. അവർ അതിവേഗം നദി കടന്നിട്ട് ഈ നാവികരുടെ പുറകെ ആ കാട്ടിലേക്ക് തന്നെ അവരും പ്രവേശിച്ചു. അതിഭീകരമായ വെടിവെപ്പാണ് പിന്നീട് നടന്നത്. മരത്തിന്റെ പുറകിൽ മറഞ്ഞിരുന്ന ഇരു സംഘങ്ങളും തോക്കുകൾ കൊണ്ട് അടരാടി. നാവികർ പക്ഷേ ഇതിന്റെ ഇടയിലും സാവധാനം കാട്ടിലൂടെ മുന്നോട്ടേക്ക് സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. കുറേയേറെ മൈലുകൾ കഴിഞ്ഞപ്പോഴേക്കും കാട് അവസാനിച്ചു. ഇനി അങ്ങോട്ടേക്ക് നോക്കത്താ ദൂരത്തോളം വരണ്ട പ്രദേശങ്ങളാണ് ഉള്ളത്. രാജാവിന്റെ ആളുകൾക്ക് അപകടം മനസ്സിലായി. ഇനിയും നാവികരെ അവർക്ക് പിന്തുടരാൻ സാധ്യമല്ല. കാരണം ഈ വെടിയൊച്ചകളും അലർച്ചകളും കിങ് സാമുവേലിന്റെ ആളുകൾ അറിയുകയും അവർ പാഞ്ഞെത്തുകയും ചെയ്യും. അപ്പുറത്ത് അയാളുടെ രാജ്യമാണ് സ്ഥിതി ചെയ്യുന്നത്. അവർക്ക് മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. സൈനികർ അതോടെ പുതിയൊരു തന്ത്രം മെനഞ്ഞു. അവർ പല സംഘങ്ങളായിട്ട് പിരിഞ്ഞിട്ട് 4 വശങ്ങളിൽ നിന്നും നാവികരെ നേരിട്ടു. ഇത് കണ്ട ക്യാപ്റ്റന്മാരും അതേ രീതി തന്നെ പിന്തുടർന്നു. നാവികരെ അവർ 4 ആയിട്ടങ്ങ് പകുത്തു. നാവികരുടെ 3 സംഘങ്ങളെ ഓരോ ക്യാപ്റ്റന്മാരുടെ കീഴിലാക്കി 4ാമത്തെ സംഘത്തെ മിസ്റ്റർ ജോൺ ബെൻബോ എന്നയാളുടെ കീഴിലും ആക്കി. പുറകെ അലറിപ്പാഞ്ഞു വരുന്ന അസഖ്യം പടയാളികൾ, അവരുടെ മുന്നിൽ വിരലെണ്ണാവുന്നത്ര തോക്കുകളൊക്കെ ആയിട്ട് ക്ഷീണിച്ചവസരായ നാവികർ അവർ പ്രതീക്ഷയായിട്ടാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അപ്പോഴും പഴയ 2 തടവുകാർ ഈ നാവികരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ശത്രുക്കൾ എത്രയുണ്ട്? ഒരു പിടുത്തവുമില്ല. 1000 ആണോ 2000 ആണോ അതോ അതിൽ കൂടുതലുണ്ടോ? അത്രയ്ക്കുണ്ട് അവരുണ്ടാക്കുന്ന കൊലവിളി. ചരല് വാരി എറിയുന്നത് പോലെ വെടിയുണ്ടകൾ തലങ്ങും വിലങ്ങും പാഞ്ഞു. നാവികരുടെ കൈവശം ഉണ്ടായിരുന്ന ഷെല്ലുകൾ തീരാറായി. നേരം ഇരുട്ടി തുടങ്ങി. അപ്പോഴേക്കും പലർക്കും സാരമായിട്ട് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന തടവുകാർ അത് കണ്ട് പേടിച്ച് വിറച്ചു. നാവികർ എപ്പോൾ വേണമെങ്കിലും അവരെ കൊന്നേക്കാം എന്നവർക്ക് തോന്നി. പക്ഷേ അതുകൊണ്ട് ഇവർക്ക് തന്നെ പ്രയോജനം. അതുകൊണ്ട് അവർ ചെയ്തില്ല.
ഇരുട്ട് പരക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും കണ്ണും പൂട്ടി വെടിവെക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ക്യാപ്റ്റന്മാരെ എന്ത് ചെയ്തു, ഈ സാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഇംഗ്ലീഷ് ദമ്പതികളുണ്ടല്ലോ, ആ ഡുഡൈ എന്ന് പറഞ്ഞ ആ ദമ്പതികളെ സമാധാനവാഹകരായിട്ട് ഈ പുറകെ വരുന്ന സൈന്യത്തിൻ്റെ അരികിലേക്ക് അയക്കുവാനായിട്ട് തീരുമാനിച്ചു. ഒരു കുന്തത്തിൻ്റെ അറ്റത്ത് ചുവന്ന തുണി കെട്ടിവെച്ചിട്ട് അവർ സാവധാനം മുന്നോട്ട് നീങ്ങി. ഈ സമയമൊക്കെയും സൈന്യം വെടിവെപ്പ് തുടരുന്നുണ്ടായിരുന്നു. അവർക്ക് ഈ മുന്നോട്ട് വരുന്ന ഇംഗ്ലീഷ് ദമ്പതികൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും പിടികിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്തരം യുദ്ധമുറകളൊന്നും അവർക്ക് ശീലമില്ലല്ലോ. പക്ഷേ ഈ വരുന്ന ദമ്പതികളുടെ, ഈ ആണിൻ്റെയും പെണ്ണിൻ്റെയും കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പുറകെ ഉണ്ടായിരുന്ന രാജകുമാരൻ ഈ അറ്റാക്ക് നിർത്താൻ വേണ്ടിയിട്ട് കൂടെയുള്ള ആളുകളോട് ഉറക്കെ ആജ്ഞാപിച്ചു. ഈ വരുന്ന ദമ്പതികൾക്ക് ഭാഷ നല്ലപോലെ അറിയാമല്ലോ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഈ നാവികരുടെ ഭാഗം രാജകുമാരനെ അറിയിച്ചു. ഞങ്ങളുടെ ക്യാപ്റ്റന് നിങ്ങളുമായിട്ട് സന്ധിയാകുവാനായിട്ട് ആഗ്രഹമുണ്ട്. ഞങ്ങളെ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുവാനായിട്ട് അനുവദിച്ചാൽ കയ്യിലുള്ള തടവുകാരെയും നിങ്ങൾ തന്ന തോക്കുകളൊക്കെ തിരിച്ചേൽപ്പിക്കാനായിട്ട് ഞങ്ങൾ സന്നദ്ധരാണ്. എന്തായാലും അത് അവർ അംഗീകരിച്ചു. നല്ല നിർദ്ദേശമാണല്ലോ. പക്ഷേ നേരം വെളുത്ത ശേഷം മാത്രമേ മുന്നോട്ടേക്ക് നീങ്ങാവൂ എന്ന നിർദ്ദേശം രാജകുമാരൻ മുന്നോട്ടേക്ക് വെച്ചു. കാരണം രാത്രിയിൽ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ നാവികർ ഈ സാമുവൽ രാജാവിൻ്റെ ആളുകളൊക്കെ ആയിട്ട് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവർ, ഈ രാജകുമാരൻ അങ്ങനെ പറഞ്ഞത്, രാത്രി പോകണ്ട, രാവിലെ പോയാൽ മതി. ഈ നിർദ്ദേശം ക്യാപ്റ്റന് എങ്കിലും നല്ലതായിട്ട് തോന്നി. കാരണം ഈ 2 തടവുകാർക്ക് വേണ്ടിയാവാം ഈ സൈനികർ അവരെ പിന്തുടർന്ന് വരുന്നത്. എന്നാൽ തോക്കുകൾ കൈമാറുന്നതിൽ ബാക്കി 2 ക്യാപ്റ്റന്മാർക്കും അവരുടെ ആളുകൾക്കും മിസ്റ്റർ ബെൻബോയ്ക്കും നാവികരിലെ ചിലർക്കും എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ആളുകളും ക്യാപ്റ്റൻ യങ് പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തടവുകാരെയും അവർ തന്ന തോക്കുകളും കൈമാറുവാനായിട്ട് അവസാനം തീരുമാനമായി. രാജാവിൻ്റെ ആളുകൾ തടവുകാരെയും തോക്കുകളെയും ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് എത്തുകയും ചെയ്തു. എന്നാൽ ക്യാപ്റ്റൻ ട്രൂമോണ്ടും കൂട്ടരും അവരുടെ തോക്കുകൾ കൊടുക്കാനായിട്ട് തയ്യാറായില്ല. ഈ തോക്കുകളൊക്കെ അവരുടേതാണെന്നും ഈ രാജ്യത്ത് വന്നപ്പോൾ മുതൽ ഇവരുടെ കൂട്ടത്തിലുള്ള സാധനങ്ങളാണ് എന്നുമൊക്കെ അവർ പറഞ്ഞിട്ട് ഈ സൈനികരെ അവർ മടക്കി അയച്ചു. നാവികരുടെ കയ്യിൽ ഇനിയും തോക്കുകൾ ബാക്കിയുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ശത്രുക്കൾ, ഈ രാജകുമാരനും ബാക്കി ആളുകളും രാത്രി വീണ്ടും അറ്റാക്കിന് മുതിർന്നില്ല. അങ്ങനെ ആ രാത്രി നാവികർ വിശ്രമിച്ചു. തലേ ദിവസം നടന്ന കൂട്ടക്കുരുതി ആരുടെയും മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. പലരും ഉറങ്ങിയും ഉറങ്ങാതെയും എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. അങ്ങനെ അവരുടെ ദുരന്തയാത്രയുടെ 4ാം ദിവസം വന്നെത്തി. എന്നാൽ രാവിലെ കണ്ണു തുറന്ന് ചുറ്റിനും നോക്കി അവർ സത്യത്തിൽ ഞെട്ടിപ്പോയി. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പലരെയും കാണുവാനില്ല. ക്യാപ്റ്റൻ ഡ്രൂമോണ്ട്, ക്യാപ്റ്റൻ സ്റ്റിവാർഡ്, മിസ്റ്റർ ബെൻവോ, ഡൂഡൈ ദമ്പതികൾ, കൂടെ 4ഓ 5ഓ പേര്, ഇത്രയും ആളുകളെയാണ് ഇപ്പോൾ കാണുവാനില്ലാത്തത്. പക്ഷേ ആകെ 30ഓളം ആളുകൾ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് പിന്നീട് പിടികിട്ടി. മറ്റുള്ളവരോട് ഒരു വാക്കുപോലും പറയാതെയാണ് അവർ രാത്രി കടന്നു കളഞ്ഞത്. ക്യാപ്റ്റൻ യങ്ങിന്റെ ഇത്തരം മണ്ടൻ തീരുമാനങ്ങൾക്കൊപ്പം ഇനിയും സഹകരിക്കാനാവില്ല എന്നവർ തീരുമാനിച്ച് കാണണം. എന്തായാലും അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഇനിയും അവശേഷിക്കുന്നവരുടെ കാര്യത്തിൽ ഈ യാത്ര അവസാനിക്കുകയാണ്. അവരുടെ വിധി പകൽ പോലെ വ്യക്തമാണ്. ആയുധങ്ങളോ ഭക്ഷണമോ കയ്യിലില്ല. ഇനി എന്തും സംഭവിക്കാം. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രവാസികൾ നിർബന്ധമായും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കണം. നിസ്സാരമായ ഒരു തുക മാറ്റിവെച്ചാൽ മനസമാധാനവും കുടുംബത്തിന്റെ സുരക്ഷയും നമുക്ക് ഉറപ്പാക്കാം. വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് 23% വരെ ഡിസ്കൗണ്ടിൽ NRIസിന് ടേം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടുന്ന ലിങ്ക് കമന്റിലുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മതി. എല്ലാ പ്രവാസികളും ഇപ്പോൾ തന്നെ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നന്ദി, നമസ്കാരം.